അവരുടെ പ്രാർത്ഥനയുടെ ആയിരിക്കും. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലമന്റേഷൻസ്, വിലാപങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് ചില വചനങ്ങൾ സാവധാനം ചിന്തിപ്പാൻ ആഗ്രഹിക്കുകയാണ്. വിലാപങ്ങളുടെ പുസ്തകം അതിന്റെ 3-ാം അധ്യായം എല്ലാവരും തുറന്നു വെക്കുക. വിലാപങ്ങളുടെ പുസ്തകം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഇത് ഞാൻ ഓർക്കും, അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും. ഇത് ഞാൻ ഓർക്കും, അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും. അടുത്തത്, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. പ്രിയമുള്ളവരെ, നിങ്ങൾ എത്ര പേര് ഇവിടെ ലമന്റേഷൻസ് വായിച്ചിട്ടുണ്ട്? നമ്മൾ ഒന്നാമത് പലപ്പോഴും ഡൗൺ ആയിട്ടാണ് ബൈബിൾ വായിക്കാൻ കടന്നു വരുന്നത്. നമ്മൾ വിചാരിക്കുന്ന എങ്ങനെയെങ്കിലും നമ്മുടെ ആ ഒരു വിഷമമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി നമ്മൾ ഒരിക്കലും സങ്കീർത്തനം വായിച്ചേക്കാം. അല്ലെങ്കിൽ നമ്മൾ പറയാ, ഓ ഇന്ന് ഞാൻ ആകെ ഡള്ളായിട്ടിരിക്കുകയാണ്, എന്നാ ഇന്ന് വിലാപങ്ങളൊന്ന് വായിച്ചേക്കാം. നോ, വിലാപങ്ങളുടെ പുസ്തകങ്ങൾ വായിച്ച എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല ഇവിടെ. പക്ഷേ ഒരു ഷോർട്ടായിട്ട് ഞാൻ പറയാം. വിലാപങ്ങളുടെ പുസ്തകം യിരെമ്യാ പ്രവാചകൻ യെരൂശലേം ശത്രുക്കൾ വന്ന് ആക്രമിച്ച് തകർത്തതിന് ശേഷം യിരെമ്യാ പ്രവാചകൻ പ്രവചിച്ച അല്ലെങ്കിൽ താൻ പാടിയ ഒരു പാട്ടാണ് വിലാപങ്ങളുടെ പുസ്തകം. അപ്പം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ നിങ്ങൾ വായിക്കണ്ട. BC 586 യെരൂശലേം ശത്രുക്കളെ കൈയടക്കിയത്. 2 രാജാക്കന്മാർ 25-ാം അധ്യായത്തിൽ സിദെക്കീയാവ് എന്ന് പറയുന്ന രാജാവ് അവിടെ വാണുകൊണ്ടിരുന്നപ്പോൾ കൽദയർ വന്നു, നെബൂഖദ്നേസർ വന്ന് എല്ലാം തകർത്ത്, ആലയം തകർത്ത്, ആലയത്തിലെ പാത്രങ്ങൾ എടുത്തുകൊണ്ട് പോയി, ആളുകളെ പിടിച്ചുകൊണ്ടുപോയി. വായിച്ചവർക്കറിയാം, ഭയങ്കര ഭീകരമായ ഒരു അന്തരീക്ഷം അവിടെ. 40 വർഷം എരിമ പ്രസംഗിച്ചതാ ജനത്തോട്, മത്സരിക്കരുത്, മടങ്ങി വരണം. അത് ജനം കേട്ടില്ല. അവസാനം സംഭവിച്ചൊരു കാര്യം പറയാം. ദൈവം തന്നെ അനുവദിച്ചു. ഞാൻ വിശ്വസിക്കുകയാണ്, ദൈവം തന്നെ അനുവദിച്ചിട്ടാണ് യെരൂശലേം വീണത്. എന്നിട്ട് ഈ യെരമ്യാവ് ദൈവത്തോട് ഒത്തിരി ചോദ്യം ചോദിക്കുന്നുണ്ട്. കർത്താവേ, എന്തോ നീ അവിടെ കാണിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവിടുന്ന് ചെയ്യുന്നത്? മഹത്വപൂർണ്ണയായിരിക്കുന്ന ഈ പട്ടണം എങ്ങനെ ഇങ്ങനെ വീണുപോയത്? നിന്റെ ആലയങ്ങളൊക്കെ തീവെച്ച് കിടക്കുക, ആലയത്തിലെ പാത്രങ്ങൾ എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ ആദ്യത്തെ 2 അധ്യായം വായിക്കുമ്പം നമ്മളും ഇച്ചിരി ഡൗൺ ആവും. പക്ഷെ ഒരു പോയിന്റിൽ എത്തുമ്പോൾ ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. ആള് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ 21-ാം വാക്യം ഒന്ന് വായിച്ചിട്ട്, 21-ാം വാക്യം സാവധാനം ചിന്തിച്ചോ. 21-ാം വാക്യം, ഇത് ഞാൻ ഓർക്കും, ദിസ് ഐ റീകോൾ ടു മൈ മൈൻഡ്. ഒരു കാര്യം ശ്രദ്ധിച്ച ദൈവമക്കള്, ഈ കണ്ടീഷനിൽ ആള് ചെയ്യുന്ന എന്നാണെന്നറിയോ? ഈ കണ്ടീഷനിൽ ആള് ചെയ്യുന്നത് ദിസ് ഐ റീകോൾ ടു മൈ മൈൻഡ്. ഇത് ഞാൻ ഓർക്കും. എന്താ ഓർക്കുന്നേ? ഈ പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും പ്രശ്നങ്ങളുടെയും തകർച്ചകളുടെയും എല്ലാം മധ്യത്തിൽ യെരമ്യാവ് ഇരുന്ന് പറയുകയാണ്, ഞാൻ ചില കാര്യങ്ങൾ ഓർക്കാൻ പോവാ. എന്തോന്നറിയോ? ആദ്യമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. എല്ലാം തകർന്നു കിടന്നിടത്ത് ആ മനുഷ്യൻ പറയുകയാണ്, നാം മുടിഞ്ഞു പോകാതിരിക്കുന്ന യഹോവയുടെ ദയയാകുന്നു. പ്രൈസ് ദി ലോർഡ്. അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അവന്റെ കരുണ, ഇംഗ്ലീഷിൽ കരുണകൾ എന്ന മേഴ്സീസ്. ഇറ്റ് ഈസ് ഓഫ് ദ ലോർഡ്സ് മേഴ്സീസ് ദാറ്റ് വി ആർ നോട്ട് കൺസ്യൂംഡ്, ബിക്കോസ് ഹിസ് കമ്പാഷൻസ് ഫെയിൽ നോട്ട്. അവന്റെ കരുണ അവസാനിക്കുന്നില്ല. മക്കളെ, നമ്മൾ പിൽഗ്രിം പ്രോഗ്രസ് വായിക്കുമ്പോൾ അവിടെ ഈ മോക്ഷയാത്രക്കാരൻ ഇങ്ങനെ പോയിട്ട് ഒരു സംശയക്കോട്ടയിൽ പെടുന്നുണ്ട്. ഡൗട്ടിംഗ് കാസിൽ എന്ന് പറയും. ആൾ അവിടെ കിടന്ന് ഒത്തിരി ഭാരപ്പെട്ടും ആകുലപ്പെട്ടും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സംശയക്കോട്ടയുടെ വെളിയിൽ കടക്കാൻ കഴിയാതെ ഭയങ്കരമായിട്ട് ഭാരപ്പെട്ട് കിടക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ആ കോട്ട തുറന്ന് രക്ഷപ്പെടാൻ ഒരു കീ കിട്ടുന്നുണ്ട്. ആ കീയുടെ പേരാണ് ദ പ്രോമിസ് ഫ്രം ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിന്റെ കീ കിട്ടിയപ്പോഴാണ് അദ്ദേഹം ചിന്തിച്ച, അയ്യോ, ഞാനിവിടെ കിടന്ന് ഈ സംശയക്കോട്ടെ കിടന്ന് കറങ്ങേണ്ട കാര്യമില്ലായിരുന്നു. കാരണം തിരുവചനത്തിലെ താക്കോലുകൾ ഞാൻ ഉപയോഗിക്കുമ്പോൾ ഈ സംശയക്കോട്ടയിൽ നിന്ന് വെളിയിൽ വരാനായിട്ട് എനിക്ക് ദൈവം കൃപ തരും. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു ചിന്ത എന്നാണെന്നറിയോ? കർത്താവേ, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം? എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മളെല്ലാവരും പറഞ്ഞൊരു വാക്കാ. നിങ്ങൾ പറഞ്ഞതെന്നറിയോ? വേറെ ആർക്കും എന്തില്ല,
ഇപ്പൊ ഞങ്ങൾ ഈ ചർച്ചയിൽ ഏറ്റവും പ്രശ്നമുള്ള ഒരാൾ കൈവെക്കാൻ പറഞ്ഞു എനിക്കൊന്ന് എല്ലാരും കൈവെക്കും. പക്ഷെ നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നത്, കർത്താവ് എന്തിനാണ് നീ എന്നെ താഴ്ത്തിയത്? ഞാൻ നേരെ ചൊവ്വേ നടന്നു പൊക്കോണ്ടിരിക്കുകയല്ലായിരുന്നു, വലിയ കുഴപ്പമില്ലാതെ പാട്ടും പ്രാർത്ഥനയൊക്കെ ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന എന്നെ നീ താഴ്ത്തി എന്തിനാ? പിന്നെ എന്നെ നീ വിശപ്പിച്ച് എന്തിനാ? നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നത്, ദൈവമേ എന്നെ വെറുതെ വിട്ടേരെ. എത്ര പേര് പറഞ്ഞിട്ടുണ്ട് കർത്താവിനോട്, കർത്താവേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കർത്താവേ പ്ലീസ് ഞാൻ ഏലും പൊക്കോളാം, നീ എന്നെ വെറുതെ വിട്ടേരെ. പക്ഷെ എന്തിനാണ്? ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലാണ് അതിന്റെ മറുപടി കിടക്കുന്നത്. വൈ സഫറിംഗ്? എന്തുകൊണ്ടാണ് താഴ്ചകൾ? എന്തുകൊണ്ടാണ് വിശപ്പുകൾ? Deuteronomy 8:3 ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിലുണ്ട്, ദൈവം നിന്നെ താഴ്ത്തി, ദൈവം നിന്നെ വിശപ്പിച്ചു. എന്തിനാ? സുരേഷ വായിച്ചാട്ട് സുരേഷ. ഒരു മനുഷ്യൻ തന്റെ മകനെ ശിക്ഷിച്ചു 8:3 അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും. ആരാ താഴ്ത്തിയത്? ശത്രുവെ പിശാചൊന്നുമല്ല. അവൻ നിന്നെ താഴ്ത്തുകയും അവൻ നിന്നെ വിശപ്പിക്കുകയും ചെയ്തത് എന്തിനാണെന്നറിയാവോ? ഒറ്റ കാര്യം പഠിപ്പിക്കാനാ. എന്താണെന്നറിയാമോ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. ഒന്ന് പറയാമോ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. എല്ലാരും പറയുന്നില്ല. അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് നിന്നെ ഗ്രഹിപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ചോദിക്കുന്ന, കർത്താവേ അവന് പഠിപ്പിച്ചാൽ പോരെ? പക്ഷെ സാധാരണ പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ദൈവം നമ്മെ താഴ്ത്തി. കഴിഞ്ഞ നാളുകളിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവം എന്നെയും നിങ്ങളെയും താഴ്ത്തുകയും വിശപ്പിക്കുകയും ചെയ്തതിനായിട്ട് നന്ദി. കാരണം നമ്മളിപ്പോ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കും. നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. വൈ സഫറിംഗ്? ആൻസർ. എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ? ആൻസർ ഇതാണ്, ദൈവത്തിന് നിന്നെ ഗ്രഹിപ്പിക്കണം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. ഇനി പലപ്പോഴും യെരമ്യാവിനെ പോലെ നമ്മൾ വിലാപങ്ങളിലേക്ക് മടങ്ങി വരാം. ഡൗൺ ആയിരിക്കാനുള്ള അനേക കാരണങ്ങളെന്നറിയാവോ? നമ്മൾ പറയുന്നു, ഇന്ന് എനിക്ക് പ്രാർത്ഥിക്കാനകത്ത് ഒരു സന്തോഷം തോന്നുന്നില്ല. ആരംഭകാലങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എത്രയോ ഉണർവായിരുന്നു, എത്രയോ ഉത്സാഹമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതുകൊണ്ട് തണുത്തു പോകാന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത്, ചില കാര്യങ്ങൾ നമ്മൾ തന്നെ ഇരുന്നൊന്ന് റീകോൾ ചെയ്യണം. ഞാൻ ഇച്ചിരി പതുക്കെയാണ് പോകുന്നത്. ചില കാര്യങ്ങള് നമ്മൾ ഡള്ളായിരിക്കുമ്പോൾ, ഡൗൺ ആയിരിക്കും മാത്രമല്ല, ഡൗൺ ആയിരിക്കുന്ന അവസ്ഥയില് ചില കാര്യങ്ങൾ അവിടെ നിന്ന് ഇരുന്നിട്ടേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്നറിയാവോ? നമ്മൾ ചിന്തിക്കേണ്ട ചിന്ത, ഞാൻ എവിടെയായിരുന്നു പണ്ട്? എന്റെ അവസ്ഥ എന്തായിരുന്നു? ഒരു നിമിഷം ഒന്ന് പുറകോട്ട് പോ. ഞാൻ എവിടെ കിടന്നത്? എന്നിട്ട് കർത്താവായ യേശു എന്റെ ജീവിതത്തിൽ എങ്ങനെയാ വന്നത്? മറന്നുപോയോ? കർത്താവ് പറയുന്നുണ്ട്, നീ എന്നെ അനുഗമിച്ച യൗവനത്തിലെ നാളിലെ നിന്റെ സ്നേഹവും ഒക്കെ ഞാൻ ഓർക്കുന്നെന്ന് കർത്താവ് പറയുന്നുണ്ട്. നമ്മൾ ഓർക്കുന്നുണ്ടോ? ഈ സ്ഥലങ്ങളെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അറിയാം അവനവൻ കടന്നുപോയ അവസ്ഥ എന്താണെന്നുള്ളത്. ദൈവത്തിന് ഇന്ന് പകൽക്കാലം നന്ദി പറയാം. നമ്മൾ ഈ കണ്ടീഷനിൽ ഇവിടെ ഇരിക്കുന്നത് ദൈവത്തിന്റെ ദയയാത്രേ. ഹല്ലേലൂയ. നമ്മൾ ആരും വിചാരിച്ചില്ല വണ്ടി ഇവിടെ വരെ വരുമെന്ന്. പക്ഷെ ഇവിടെ വരെ മാത്രമല്ല, അവിടെ വരെ എത്തിക്കാൻ ദൈവശക്തനത്രേ. ഹല്ലേലൂയ. നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ പൂർത്തിയാക്കി തികയ്ക്കുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. സ്പർജനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, ദ ഗിഫ്റ്റ് ഓഫ് മെമ്മറി, ഓർമ്മകളുടെ ദാനം. ദൈവത്തിലെ കർത്താവിനെ സ്നേഹിക്കുന്ന ദൈവത്തിലെ, നീ അവിടെ ഇരുന്നൊന്ന് ധ്യാനിക്കണം, ഞാൻ എങ്ങനെയായിരുന്നു ഇവിടെ വന്നപ്പോ. നമ്മൾ ബേസിക്കലി ചിന്തിക്കുന്നത് നമ്മുടെ കഷ്ടങ്ങളെ കുറിച്ച്. കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ ആത്മീയാവസ്ഥ എന്തായിരുന്നു? നമ്മൾ കർത്താവിനെ അറിഞ്ഞ സമയത്ത് ബൈബിളിൽ എത്ര പുസ്തകം ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞവരുന്ന് കൈപോക്കിക്ക്. യേശുവിനെ അറിയുന്ന കാലത്ത് ബൈബിളിൽ എത്ര പുസ്തകം ഉണ്ടായിരുന്നു? പക്ഷെ നമുക്ക് എന്തെങ്കിലും അറിയാമെന്നുള്ളതല്ല, പുസ്തകങ്ങൾ മാത്രമല്ല കർത്താവേ, നിന്നെ അറിയാനായിട്ടൊരു ഭാഗ്യം കൂടെ ലഭിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ഈ കാര്യങ്ങളൊന്ന് റീകോൾ ചെയ്യണം. പക്ഷെ വേറൊരു കാര്യം എന്താണെന്നറിയോ? എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുക. രാവിലെ തൊട്ട് ഈ കാറൊക്കെ കീ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പൊക്കോളും എന്ന് പറഞ്ഞാൽ, രാവിലെ 6 മണിക്ക് സടകുടങ്ങ് അലാറം അടിക്കുന്നത് തൊട്ട് രാത്രി 11 മണിക്ക് കട്ടിലോട്ട് നമ്മളങ്ങ് കിടക്കുന്നതിനും വരെ നമ്മൾ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഓടിക്കുന്നത്. എപ്പോഴാണ് ഇതൊക്കെ റീകോൾ ചെയ്യുന്നത്? മടങ്ങി വിലാപങ്ങള് 3:21. ഇത് ഞാൻ ഓർക്കും. എത്ര പേര് ഓർക്കുന്നുണ്ട്?
ഈ ദൈവത്തിൽ ഞാനും നിങ്ങളും കടന്നുപോയ അവസ്ഥ നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇനി ചില കാര്യങ്ങളൊന്ന് ഓർക്കണം, ഇതൊന്ന് റീകോൾ ചെയ്യണം, ഇത് നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് കൊണ്ടുവരണം. ഇസ്രായേലിന്റെ പ്രശ്നം എന്നാണെന്നറിയാവോ? ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അവര് ഒരു വിടുതൽ സംഭവിക്കുന്ന സമയത്ത് ഭയങ്കര പാട്ടാ. ചെങ്കടല് കടന്ന സമയത്ത് അവര് ഭയങ്കര മിരിയാമൊക്കെ തപ്പെടുത്ത് ഭയങ്കര നൃത്തവും തുള്ളലും ഒക്കെയാ. 3 ദിവസം കഴിഞ്ഞപ്പോ ആണ്ട് മാറാ വരിക. മാറാ വന്നപ്പോ പാട്ടുമില്ല, കയ്യടിയില്ല, പിന്നെന്തുമില്ല, സ്തോത്രവും ഇല്ല. അതിന്റെ കാരണം എന്നറിയോ? മാറാ വന്നപ്പോ എന്തുകൊണ്ടാ സ്തോത്രമില്ല എന്ന് അറിയാമോ? 3 ദിവസം മുമ്പ് ദൈവം ചെങ്കടല് കടത്തിയത് എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരിക്കലും നിലയ്ക്കാത്തൊരു പാട്ടുണ്ടാകും. ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓർക്കുന്നുണ്ടോ സഹോദരങ്ങളെ? ദൈവം നിങ്ങൾ നടത്തിയ വഴികളെ ഓർക്കുന്നുണ്ടോ? നിങ്ങളുടെ പൈസ കൊണ്ടോ കമ്പനിക്കാരൻ ജോലി തന്നോണ്ടോ അതൊന്നും ചിന്തിക്കണ്ട. ഒറ്റ കാരണമേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ശകലം ബിപിയും കൊളസ്ട്രോളും ഒക്കെ ഉണ്ട്, പക്ഷേ ഞാൻ ചോദിക്കുന്ന വണ്ടി ഓടുന്നുണ്ടല്ലോ, അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇവിടെ ഒരാൾ കയറി വന്നിരിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയണം. കാരണം 22 സ്റ്റെപ്പ് കയറിയാണ് ഓരോ ദിവസം കയറി ഇറങ്ങുന്നത്. അത്രയും ബലത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നന്ദി പറയണം. കർത്താവേ, എല്ലാത്തിനായിട്ട് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. പാടാനായിട്ട് സഹായിച്ചല്ലോ നന്ദി, പ്രാർത്ഥിപ്പാനായിട്ട് സഹായിച്ചല്ലോ നന്ദി. സ്പർശം പറയുന്നത് ഒരു കൊച്ചുകുട്ടി ഒരു വിളക്കുമായിട്ട് നടന്നു പോവുക. രാത്രി കത്തിച്ചു വെച്ച വിളക്ക, കത്തുന്നുണ്ട്, എണ്ണയുണ്ട്. പക്ഷെ 9 മണിയായപ്പോൾ, പ്രഭാതം 9 മണിയായപ്പോൾ അയലോക്കംകാരൻ ഒരു കൊച്ചു വന്ന് ഒറ്റ വിളക്ക് വിട്ടുപോയി. കൊച്ചൻ കരയാൻ തുടങ്ങി. ആ സമയത്ത് അവന്റെ അപ്പൻ ആശിപ്പിച്ചു, മോനെ, ആ മോനോട് പറഞ്ഞു, വിളക്ക് കെട്ടുപോയി, ഡോണ്ട് ഫിയർ, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ചുറ്റും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അനേക പാർട്ടീസ് നമ്മളെ ഊതിക്കത്തിക്കുന്നവരെ ഊതിക്കെടുത്തുക ചെയ്തത്. പക്ഷെ ഒരു കാര്യം ദൈവം എന്നോട് പറയുന്നു, നിന്റെ വിളക്ക് ആരെങ്കിലും ഊതിക്കെടുത്തിയാലും കുഴപ്പമില്ല, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ വിളക്കിന്റെ ആവശ്യമില്ല. കാരണം ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചമാരല്ല, സൂര്യനല്ല. നിനക്ക് രാത്രി നിലാവ് തരുന്നത് ചന്ദ്രനുമല്ല. യഹോവ നിനക്ക് വാക്യം, യഹോവ നിനക്ക് നിത്യപ്രകാശമായിരിക്കും. ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. യഹോവ എനിക്ക് നിത്യപ്രകാശമായിരിക്കും. നിന്റെ സൂര്യനെ അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറഞ്ഞു പോകുകയില്ല. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കുക. അടുത്തായിട്ട് നമ്മള് ഡൗൺ ആവുന്ന ഒരു കാര്യം എന്നറിയോ? ആത്മീയമായിട്ട് എത്ര വർഷമായി അല്ലെ? പിശാചി പറയും, എത്ര വർഷമായിട്ട് വചനം കേൾക്കുന്നു? നമ്മൾ പറയും, എത്ര വർഷമായിട്ട് വചനം കേൾക്കും, എന്തെങ്കിലും മാറ്റം ഉണ്ടോ? നമ്മളൊന്ന് കൺഫ്യൂസ് ചെയ്യുക, ഒരു മാറ്റവും ഇല്ല. മാറ്റം ഉണ്ട്, പക്ഷെ നമ്മൾ പറയുന്നതിനെ അറിയോ? ഒരു മാറ്റവും ഇല്ലെന്നാ പറയും, ഒരു മാറ്റവുമില്ല. പക്ഷെ പൗലൂസ് പറഞ്ഞു, പൗലൂസിനോട് ചോദിക്കുകയാണ്, പൗലൂസേ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഈ തിമോത്തിയോസിന്റെ ലേഖനം എഴുതുമ്പോഴും അദ്ദേഹത്തിന് പറയാനുള്ളത്. നമ്മൾ പറയും, പൗലൂസിന്റെ പറയാം, പൗലൂസേ, ഞങ്ങളൊക്കെ വലിയ പാപികളാ. അപ്പൊ പൗലൂസ് പറയും, നിങ്ങൾ വലിയ പാപിയാണോ? ഐ ആം ദ ചീഫ് ഓഫ് സിന്നേഴ്സ്. ഹല്ലേലൂയ. എന്നിട്ട് ചോദിക്കും, എങ്ങനെയാ? എന്നിട്ട് എന്തായി? ഈ ചീഫ് ഓഫ് സിന്നർ ആയിരിക്കുന്ന താങ്കളുടെ പാപങ്ങൾ കർത്താവ് ക്ഷമിച്ചോ? അദ്ദേഹത്തിന്റെ മറുപടി ഇതാണ്, ആ പാപികളിൽ ഞാൻ ഒന്നാമനാണെങ്കിലും ദൈവത്തിന്റെ കരുണ എനിക്ക് ധാരാളമായിട്ട് ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരങ്ങൾ, ഇത് ഓർക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഹോപ്പ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിയത്തില്ല. പാപഭാരത്താൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച്, യൗവനക്കാരോട് ഞാൻ പ്രത്യേകിച്ച് പറയാ, ഈ യൗവനക്കാരുടെ ഒരു പ്രോബ്ലം ഉണ്ട്. അവർ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ അത് ചുമന്നും നടക്കും. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവമായിട്ട് സെറ്റിൽ ചെയ്ത വിഷയം. പക്ഷെ പിന്നെ അന്ന് എന്നാ പറ്റും, എനിക്ക് ഒരു ഇതില്ല, ഞാൻ വരുന്നില്ല പ്രാർത്ഥനയ്ക്ക്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ലിസൺ കെയർഫുള്ളി യങ്സ്റ്റേഴ്സ്, എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന മനുഷ്യൻ അടിമത്ത നിരോധന നിയമം എന്ന് പറയുന്ന ആ ഒരു നിയമത്തിന്റെ താളുകളിൽ തന്റെ പേന എടുത്ത് ജസ്റ്റ് ഒരു സ്ട്രോക്ക്, ഒരു സിഗ്നേച്ചർ ഇട്ടപ്പം ലോകത്തിലെ കോടിക്കണക്കിന് ആളുകൾ ഒരു നിമിഷം കൊണ്ട് സ്വാതന്ത്ര്യം പ്രാപിച്ചെങ്കിൽ നീ ചിന്തിക്കുന്നുണ്ടോ? തന്റെ പുത്രന്റെ രക്തം ഈ ഭൂമി വിറ്റിച്ചു വീണപ്പോൾ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടില്ല എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എബ്രഹാം ലിങ്കന് ഒരു ഉപ്പിന് ഇത്ര ശക്തി ഉണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ രക്തത്തിന് അതിന്റെ കോടിയിരട്ടി ശക്തിയുണ്ട്. ദൈവത്തെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. ഇത് ഞാൻ ഓർക്കും, അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും. ഞാൻ മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അത് ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. നിന്റെ വിശ്വസ്തത വലിയതത്ര. എപ്പോഴാ ഇത് പറയുന്നതും ധ്യാനിക്കണേ.
നമ്മളെല്ലാം ഓക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ പറയാ, ഓ അത് ഓരോ പ്രഭാതത്തിലും പുതിയതാണ്, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണെന്ന് പറയുമ്പോൾ നേരത്തെ കടന്നു പോകട്ടെ. ഒന്നാമത്തെ ഓർക്കേണ്ട വചനം ഇതാണ്: ഞാൻ മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. ദയ എന്ന് പറഞ്ഞാൽ ലവിങ് കൈൻഡ്നസ്, അല്ലെങ്കിൽ ദയകളാകുന്നു. ഇങ്ങനൊക്കെ പറയാൻ പറ്റുള്ളൂ മലയാളത്തിൽ. കരുണകൾ തീർന്നു പോയിട്ടില്ല. ഓരോ ദിവസവും അത് പുതിയതാണ്. അതിനെക്കുറിച്ച് ദൈവവാക്യം ഇങ്ങനെ പറഞ്ഞു: ഇറ്റ് ഈസ് ഓൾഡ് ടെസ്റ്റമെന്റ്. പുതിയ നിയമത്തിൽ ഓരോ സെക്കൻഡിലും അത് പുതിയതാണ്. ഹല്ലേലൂയ. കൃപയുടെ ഒഴുക്കുകൾ ഒഴുകി തുടങ്ങിയാൽ ആർക്ക് കൃപയെ തടയാൻ കഴിയും? പ്രിയ സഹോദരങ്ങളെ, ഒരു രാജാവ് ഒരിക്കൽ ലണ്ടനിൽ വെച്ച് തന്റെ പ്രജകളോട് പറഞ്ഞു, അദ്ദേഹം എന്തോ പ്രജകളുമായിട്ട് വഴക്കുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെല്ലാം ഒരു പാഠം പഠിപ്പിക്കാം. ഞാൻ ഇവിടുത്തെ ഓഫീസുകളെല്ലാം വേറൊരു പട്ടണത്തിലേക്ക് മാറ്റാൻ പോവുക. പഴയ കാലമാ. ആൾക്കാരെല്ലാം വിചാരിച്ച് എന്ത് ചെയ്യും? അപ്പോൾ ഒരു മനുഷ്യൻ പറഞ്ഞു, രാജാവിന് കൊട്ടാരം അങ്ങോട്ട് മാറ്റാൻ പറ്റും, പക്ഷെ ഇവിടെ ഒരു നദി ഒഴുകുന്നുണ്ട്. ആ നദി രാജാവിന് അത് അങ്ങോട്ട് മാറ്റാൻ പറ്റത്തില്ലല്ലോ. ഈ നദി ഒഴുകുന്നിടത്തോളം കാലം താങ്കൾ എവിടെ ഓഫീസ് വെച്ചാലും ഞങ്ങൾ ഈ നദിയിലൂടെ അവിടെ കടന്നു വരും. പ്രൈസലോട്. ആരൊക്കെ ഓഫീസ് മാറ്റിയാലും, ആരൊക്കെ നമ്മുടെ കസേര തെറിപ്പിക്കാൻ ശ്രമിച്ചാലും, ആരൊക്കെ നമ്മളെ ഉരുട്ടിയിട്ട് മറിക്കാൻ ശ്രമിച്ചാലും ഒരു നദിയുണ്ട്. ആ നദി ഉള്ളിടത്തോളം കാലം അവരുടെ ഉള്ളിൽ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്നുള്ള ദൈവത്തിന്റെ വചനത്തിനായിട്ട് ഇന്ന് മുതൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയമുള്ളവർ, ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യം. അതേ ഞാൻ പറയുന്നു, ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യം. നമ്മൾ ദൈവത്തോട് ദൈവത്തിന് പ്രാർത്ഥിക്കാതിരിക്കുക. നമ്മൾ ആ പാടെ, കർത്താവ് ഞാനൊന്നും ചെയ്യുന്നു, ഞാൻ വിട്ടിരിക്കുക, ബൈബിളും തുറക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, ഒന്നും ഞാൻ വിട്ടിരിക്കുക, നീ പ്രവർത്തിക്കുക. അങ്ങനല്ല, നമ്മൾ ചെയ്യേണ്ട ചില കാര്യമുണ്ട്. ശ്രദ്ധിക്കണേ. ദിസ് ഐ റീകോൾ ടു മൈ മൈൻഡ്. ഇത് ഞാൻ എന്റെ മനസ്സിലേക്ക് കൊണ്ടുവരും. നിങ്ങൾ 42 സങ്കീർത്തനം പിന്നീട് വായിക്കുക. അദ്ദേഹത്തോട് തന്നെ പ്രസംഗിക്കുക. കൂട്ടായ്മ ഇനി ഞായറാഴ്ചയുള്ളൂ, എന്നാ ചെയ്യാനാ? നമ്മൾ ചോദിക്കുക, അന്ന് ശരി, ഞായറാഴ്ചയ്ക്ക് ശേഷം പയറാവാം. പുള്ളിയോട് തന്നെ പ്രസംഗിക്കുക. ഓരോ പുത്രന്മാര് എന്തോന്നറിയോ? എന്റെ ആത്മാവ് നീ വിശാലിച്ചുള്ളി ഞരങ്ങുന്നുണ്ട് ദൈവത്തിൽ. പുള്ളിയോട് പ്രസംഗിക്കുക. ഇനി ഞാനൊരു കാര്യം പറയാം. പോലീസിന് ഞാൻ തോന്നിയാലും കുഴപ്പമില്ല. ഈ അടുത്ത ഞായറാഴ്ച വരെ ആകാൻ ഫയറായിട്ട് നിൽക്കണ്ട. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഉണർവിന്റെ സന്ദേശങ്ങൾ അറിയാമെങ്കിൽ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിങ്ങളോട് തന്നെ പ്രസംഗിച്ചാൽ മതി. ഹല്ലേലൂയ. ചോദിക്കുക, എന്റെ ആത്മാവേ നീ വിശാലിച്ച് എന്തിനാ ഉള്ളിൽ ഞരങ്ങുന്നത്? ഹോപ്പിൻ ഗോഡ്, ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അവൻ എന്റെ മുഖപ്രകാശക രക്ഷയും എന്റെ ദൈവമാകുന്നുവെന്ന് പിന്നെ ഞാൻ അവനെ സ്തുതിക്കും. ഇപ്പൊ ചില ആളുകൾ പറയുന്നത്, എനിക്ക് ചില ദിവസം പാട്ട് പാടാൻ ഇത് കിട്ടുന്നില്ല, എന്നാ പറഞ്ഞു, ഒരു ഉഷാറില്ല. ഈ സൗകര്യങ്ങളെ എല്ലാ ദിവസവും പാട്ട് പാടാൻ എനിക്ക് ഉഷാറില്ല. ആർക്കാ എല്ലാ ദിവസവും പാട്ട് പാടാൻ ഉഷാറുള്ളൂ? ഒന്ന് കാണിച്ച് ഞാൻ വന്ന് നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ഒരു കാര്യം അറിയാം. 42 സങ്കീർത്തനം, 23 സങ്കീർത്തനം, ഇവരൊക്കെ ഞാൻ കടന്നു പോകുന്ന അതേ വഴിയിലൂടെ നടന്നു പോയപ്പോൾ പാടിയ പാട്ടുകൾ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറയുകയാണ്, കർത്താവേ, ഇന്ന് എനിക്ക് പാട്ട് പാടാൻ സാധിക്കുന്നില്ല, പക്ഷെ എന്നെ പോലെ തന്നെ കൂരിൽ താഴെ കൂടെ കടന്നുപോയ അനേകം ആളുകൾ എഴുതി വെച്ച പാട്ടുകൾ ഇന്ന് ഞാൻ കടമെടുത്ത് പാടുക. ആ പാട്ട് അവരുടെ പാട്ടല്ല, അത് എന്റെ പാട്ടാ. കാരണം അത് ദൈവം എനിക്ക് എന്ന ജീവന്റെ വചനം അത്ര. ദൈവത്തെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കടമെടുത്ത് പാടേണ്ട കാര്യമില്ല. അത് ദൈവത്തിന്റെ വചനം, സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന മാറ്റമില്ലാത്ത ഇരുവായ്ത്തലയുള്ള വാളുപോലുള്ള ദൈവത്തിന്റെ വചനം, തേനിനേക്കാളും തെൻകത്തേക്കാളും മാധുര്യമേറിയ വചനം, ജ്ഞാനികളെക്കാൾ നമ്മെ ജ്ഞാനികളാക്കുന്ന ദൈവത്തിന്റെ വചനം, വയോധികന്മാരെക്കാളും നമ്മെ വിവേകന്മാരാക്കുന്ന ദൈവത്തിന്റെ വചനം, കാലുകളുടെ വിളക്കും പാതയുടെ പ്രകാശവുമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം ദൈവത്തിൽ വായിക്കുമ്പോൾ അവന്റെ ആത്മാവ് ധ്യാനത്തിൽ തീരത്തി അവൻ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. കർത്താവ്, നിന്റെ വചനം അടച്ചു വെക്കുന്ന എന്നോട് നീ കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ വചനം ഈ സോഴ്സിൽ നിന്ന് എന്റെ ഉറവുകളൊക്കെയും നിന്നിൽ നിന്നാകുന്നുവെന്ന് സംഗീതക്കാരും നൃത്തം ചെയ്യുന്നവരും ഒരുപോലെ പറയുമ്പോൾ, കർത്താവെ, മറ്റെവിടെയെങ്കിലും ഉറവ് അന്വേഷിച്ച് നടക്കുന്ന, പൊട്ടക്കിണർ അന്വേഷിക്കുന്ന ഒരു വിഡ്ഢിയാക്കി നീ എന്നെ മാറ്റരുത്. കർത്താവെ, അവന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ട്. നിന്റെ സന്നിധിയിൽ എന്നും സന്തോഷവും, നിന്റെ വലതുഭാഗത്ത് വല്ലപ്പോഴും എന്താണ്? എന്നും പ്രമോദങ്ങളുമുണ്ട്. ഇത് ഞാൻ ഓർക്കും, അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും. എന്നിട്ട് പറയുകയാണ്, ഞാൻ മുടിഞ്ഞു പോകാതിരിക്കുന്നത് ഈ യഹോവയുടെ ദയയാകുന്നു. അവന്റെ കരുണ എന്ത് ചെയ്തിട്ടില്ല? തീർന്നു പോയിട്ടില്ല. പിന്നെ അത് ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. അടുത്ത വചനം വായിച്ചാട്ടെ. യഹോവ എന്റെ ഓഹരി എന്ന് എന്റെ ഉള്ളം പറയും. ഹല്ലേലൂയ. അടുത്ത വിഷയം ഇതാ. ആര് പറഞ്ഞു? യഹോവ നിന്റെ. രമ്യാവിടെ അവിടെ ആയ സമയത്ത് ചർച്ചയിൽ നിന്ന് ഒരാള് വണ്ടിയൊക്കെ എടുത്ത് എന്നിട്ട്, സഹോദര, സാരമില്ല കേട്ടോ, ഈ വിഷയം കൊണ്ടൊന്നും ഭാരപ്പെടണ്ട, യഹോവ നിന്റെ ഓഹരിയാന്നൊന്നും പറഞ്ഞില്ല. പുള്ളിയോടാ പറഞ്ഞു. വിഷയങ്ങളുടെ എല്ലാം മധ്യത്തില് ആലയം തകർന്നു കിടക്കുമ്പോൾ
ഒന്നും ഒരു 40 വർഷം പ്രസംഗിച്ച മനുഷ്യനാ. അദ്ദേഹം പറയുക, ഞാനൊരു കാര്യത്തിൽ അങ്ങ് ധൈര്യപ്പെടുക. എന്താണെന്നറിയാമോ? എന്താണ്? ദ ലോർഡ് ഈസ് മൈ പോർഷൻ. യഹോവ എന്റെ ഓഹരി എന്ന് എന്റെ ഉള്ളം എന്നോട് പറയുവാണ്. കണ്ടോ ദൈവമക്കളെ, ഒരു കാര്യം കൂടെ ഞാൻ ഇതിലൂടെ അങ്ങ് പറഞ്ഞു പോവാം. നമ്മൾ ദൈവവചനം വായിക്കുമ്പോഴും ദൈവസന്നിധി ഇരിക്കുമ്പോഴും ഒക്കെ നമുക്കിടയ്ക്കൊരു ബ്രേക്ക്, സ്റ്റോപ്പ് ആവശ്യമാണ്. അതിന് ആ ബ്രേക്കിന് പകരം ബൈബിളിലെ വേർഡ് സേല എന്നാണ്. നിങ്ങൾ സേല എന്ന് കണ്ടുണ്ടോ? പണ്ടൊരാൾ ചോദിച്ചു, എന്തിനാ ഈ സേല ഇടയ്ക്കിടയ്ക്ക് ഉദ്ദേശിക്കുന്നത്? നമ്മൾ സേല എന്ന് വായിക്കണ്ട, കാരണം അതൊരു പാട്ടാണ്. ആ പാട്ടിനകത്ത് ഇപ്പം ഇവർക്കൊക്കെ അറിയാം, എനിക്ക് അതേക്കുറിച്ചൊന്നും അറിയത്തില്ല, ഓരോ എന്നാ പറഞ്ഞ പിച്ചും ട്യൂണും ഒക്കെയാണ്. ഇപ്പൊ സംഗീത പ്രമാണിക്ക് എടുത്തുകൊടുത്ത് വിടുമ്പം ആദ്യത്തെ ഒരു 3 ലൈൻ കഴിയുമ്പോൾ പറയണം സേല, സ്റ്റോപ്പ്, നിർത്ത്. എന്തുവാ ഇത്ര നേരം പാടി എന്നൊന്ന് സാവധാനം ഒന്ന് ചിന്തിച്ചാൽ ഞാൻ പറയാം, നമ്മുടെ ആത്മജീവിതം ഫയറാവും. അത് മാത്രമല്ല, നമ്മുടെ പാടുന്ന പിച്ചൊന്ന് മാറുകയും ചെയ്യും. ഹല്ലേലൂയ. ഉദാഹരണം കാണിക്കാം. 3-ാം സങ്കീർത്തനം എടുത്താട്ടെ. 3-ാമത്തെ സങ്കീർത്തനം, അവിടെ വലിയ പ്രയാസങ്ങളുടെ മധ്യത്തിലാ സങ്കീർത്തനക്കാരൻ പാട്ട് പാടാൻ തുടങ്ങി. നിങ്ങൾ 3 സങ്കീർത്തനം വായിച്ചു. വലിയ വിഷയങ്ങളാ കേട്ടോ, ഒന്ന് വായിച്ചേ. യഹോവ എന്റെ വഴികൾ എത്ര പെരുകിയിരിക്കുന്നു. കണ്ടോ സങ്കീർത്തനം? 1ഉം 2ഉം ബാധ്യതല്ല. എത്രയാ? യഹോവ എന്റെ വഴികൾ എത്ര പെരുകിയിരിക്കുന്നു. അടുത്തത്, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. കണ്ടോ, ഒരാൾ നമ്മളെ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ 2 ദിവസം ഉണ്ടാവണം. എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. പാട്ടാ കേട്ടോ. അടുത്തത്, അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയും. കണ്ടോ, എന്നെക്കുറിച്ച് എന്നാ പറഞ്ഞു അതോടൊന്ന് പറഞ്ഞേ. അവൻ ഈ കർത്താവ് എന്നൊക്കെ പറഞ്ഞത്, അവന് കർത്താവെങ്കിലും രക്ഷയില്ലെന്നേ എന്ന് എന്നെക്കുറിച്ച് ഒരാളല്ല പലരും പറഞ്ഞുകൊണ്ട് നടക്കുക. എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. അടുത്തത്, ഒരു മിനിറ്റ്, എനിക്കിവിടെ തെറ്റിപ്പോയി. എന്താ അവിടെ? വേല. നമ്മളാണ് പ്രാർത്ഥനയെ നിർത്തി പാട്ട് ദിവസം മടക്കി ഞാൻ എന്തുമാത്രം സിൻസിയറായിട്ട് ജീവിച്ചതാ. ആരോടും മനസ്സിലാക്കാനില്ല. എന്റെ കാര്യങ്ങൾ, എന്റെ വിഷയങ്ങൾ അവരറിഞ്ഞിട്ട് അല്ലവരും അങ്ങനെ സംസാരിക്കൂ. പിന്നെ പുറത്തുള്ളവരാണെ കുഴപ്പമില്ല, ചർച്ചിലുള്ളവർ ആയതുകൊണ്ട് എനിക്ക് ഇത്രയും ബന്ധം വന്നേ. അവിടെ സങ്കീർത്തക്കാരനൊരു സേല അടിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ബ്രേക്ക് അടിച്ചു. പുള്ളി പിന്നെ എന്നാ ചെയ്തതെന്ന് എനിക്ക് അറിയത്തില്ല. സേല പുള്ളി അവിടെ പറഞ്ഞിട്ട് പിന്നെ പുള്ളി, ഞാൻ വിചാരിക്കുന്നത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുമ്പോൾ പിച്ചു മാറുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞു. നമ്മൾ ചില പ്രാർത്ഥിക്കത്തില്ലേ, കർത്താവേ എന്നും നമ്മുടെ പ്രാർത്ഥന, കർത്താവേ ഭയങ്കര പ്രശ്നങ്ങളാ, എന്തും പ്രശ്നങ്ങളാ, നാളെ പ്രശ്നങ്ങളാ, നാളെ കഴിഞ്ഞും പ്രശ്നങ്ങളാ, ഓരോ ദിവസവും ഓരോരോ വിഷയങ്ങളാ. ഇത് തന്നെ ആവർത്തിക്കും. പക്ഷെ ഒരു സേല ഉണ്ട് കേട്ടോ. അടുത്ത സേല കഴിയുമ്പോൾ പിച്ചു മാറുന്നത് വായിച്ച്, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തലയുയർത്തുന്നവരുമാകുന്നു. ഹല്ലേലൂയ. കണ്ടോ ആളുടെ കോൺസെൻട്രേഷൻ ആളിൽ നിന്ന് മാറിയിട്ട് ദൈവത്തിലേക്ക് നോക്കിയിട്ട് പറയാ, നീയോ യഹോവേ. പുറത്തോണ്ട് സിറ്റുവേഷൻ മാറിയിട്ടില്ല. ആളുകൾ പലതും പറഞ്ഞു കിടക്കുക, ചെയ്തതും ചെയ്യാത്തതും പറഞ്ഞു കിടക്കുക, വൈരികൾ അനേകരാകുന്നു. പക്ഷെ നീയോ യഹോവേ. ഒന്ന് ഒരുമിച്ച് വായിച്ചേ. എനിക്ക് ചുറ്റും പരിചയം, പിന്നെ എന്റെ മഹത്വവും, പിന്നെ കണ്ടോ ട്യൂൺ മാറിയത് കണ്ടോ? കരച്ചിൽ നിന്ന് സ്തുതിയായിട്ട് മാറിയത് കണ്ടോ? ഇത് വളരെ സങ്കീർത്തനങ്ങൾ മുഴുവൻ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. ആ ഒരു ഷിഫ്റ്റിംഗ് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ ദൈവം നമ്മെ നടത്തിയ വഴികൾ, ദൈവത്തിന്റെ മഹത്വം, അതും നമ്മൾ ധ്യാനിക്കണം. നമ്മൾ നടത്തിയ വഴികൾ മാത്രമല്ല, ദൈവത്തിന്റെ മഹത്വം നമ്മൾ ധ്യാനിക്കണം. അപ്പൊ നമ്മൾ പറയും, കാര്യങ്ങളൊക്കെ ഇങ്ങനെയാ, മാറ്റമൊന്നുമില്ല, പക്ഷേ ഞാൻ മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയ, അവന്റെ കരുണകൾ തീർന്നു പോയിട്ടില്ല, അത് ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. പാട്ട് വായിക്കാം. 3:23. അത് രാവിലെ തോറും പുതിയതും. 3 വിലാപങ്ങൾ, ലാമന്റേഷൻ 3:23. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. അടുത്ത വചനം, ഈ ഇംഗ്ലീഷിൽ അതിന് എഴുതിയിരിക്കുന്നത് ഗ്രേറ്റ് ഈസ് തൈ ഫെയ്ത്ത്ഫുൾനെസ്. ഒരു പാട്ടുണ്ട്, അറിയാമോ?
Great is thy faithfulness. അദ്ദേഹത്തിന്റെ ഇതിൽ നിന്ന് മാറി ദൈവത്തിങ്കിലേക്ക് കണ്ണുകൾ എടുത്തിട്ട് പറയാണ്, ലോർഡ് ഗ്രേറ്റ് ഈസ് യുവർ ഫെയ്ത്ത്ഫുൾനെസ്. ദൈവമേ, നിന്റെ വിശ്വസ്തത എത്ര വലിയതാണ്. വിശ്വസത്തെക്കുറിച്ച് ഒത്തിരി വാക്യങ്ങളുണ്ട് ബൈബിളിൽ. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. 24 വാക്യം. യഹോവ എന്റെ ഓഹരി എന്ന് എന്റെ ഉള്ളം പറയുന്നു. യഹോവ എന്റെ ഓഹരി എന്ന് എന്റെ ഉള്ളം പറയുന്നു. അടുത്ത വചനം. അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വെക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനിൽ എന്ത് ചെയ്യുന്നു? പ്രത്യാശ വെക്കുന്നു. പ്രത്യാശ വെക്കുന്നുണ്ടോ? ഡു യു ഹാവ് എനി ഹോപ്പ് ഇൻ ഗോഡ്? ദൈവത്തിൽ പ്രത്യാശ വെക്കുന്നുണ്ടോ? ഈ പ്രത്യാശ വെക്കത്തിന്റെ കാരണം എന്താ പറയുക? വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാ. ദൈവവചനത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ദൈവത്തിൽ നമ്മൾ പ്രത്യാശ വെക്കാത്തത്. ശ്രദ്ധിച്ചേ, പണ്ടൊരു സ്ഥലത്ത് ഒരു ആള് പാലങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലമാണ്. ഒരു വലിയ പാലം വന്നു. ആ പാലത്തേല് ആ നാട്ടിലൊരു അമ്മച്ചി ഉണ്ടായിരുന്നു. ഈ അമ്മച്ചിക്ക് ആ പാലം പണിതാൽ കഴിഞ്ഞ് ഈസിയായിട്ട് അപ്പുറത്ത് മകന്റെ വീട്ടിലൊക്കെ പോകാം. പക്ഷെ അമ്മച്ചിക്ക് ഒരു പ്രശ്നം ഉണ്ടെന്നറിയാം. അമ്മച്ചിയുടെ പേര് എന്നറിയാവോ? ഞാൻ കയറിയ ഈ പാലം താഴെ പോകും. എല്ലാവരും പറഞ്ഞു, അമ്മച്ചി നോക്ക്, ഇതിലെ കൂടെ വണ്ടികൾ എന്തുമാത്രം. അമ്മച്ചി പറയുന്നതെന്നറിയോ? മോനെ, അതൊക്കെ ശരിയാ, പക്ഷെ ഞാൻ അങ്ങനെ കയറി കഴിഞ്ഞ് ഇതിലായിട്ട് ഇടിഞ്ഞ് താഴെ പോകും. അമ്മച്ചിക്ക് വിശ്വാസമില്ല. ഇതാ അനേകരുടെ പ്രശ്നം. അവസാനം എല്ലാവരുടെ പറഞ്ഞ് അമ്മച്ചി കയറിയ പാലം വീഴത്തില്ല എന്ന് പറഞ്ഞ് അമ്മച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കി മക്കളും മരുമക്കളും എല്ലാം കൂടെ കയ്യെ പിടിച്ച് അപ്പുറം നടത്തുമ്പോഴും അമ്മച്ചി ഇടയ്ക്ക് നോക്കുന്നുണ്ട്, ഇത് താഴെ പോവാണ്. ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കാത്തവനാ അമ്മച്ചിയെ പോലെ. ആകാശവും ഭൂമി മാറിപ്പോയാലും തിരുവചനങ്ങൾക്ക് മാറ്റമില്ല. അവൻ ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വെന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും പ്രമാണം എഴുതി വെച്ചിരിക്കുമ്പോൾ പിന്നെ അങ്ങനെ ആവുമെന്ന് ചിന്തിക്കുന്നവൻ നമ്മൾ വിചാരിക്കും, ദൈവമേ, ഈ വചനങ്ങാനും നിവർത്തിക്കാതെ പോയാലോ, ഈ വചനങ്ങാനും വർക്കൗട്ട് ആകാതെ പോയാലോ, നമ്മളെല്ലാം പറയല്ലേ, കാര്യമൊക്കെ ശരിയാ അല്ലേ? എല്ലാം പ്രാർത്ഥിച്ച് എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് എല്ലാവരും കുഞ്ഞുങ്ങളെ എല്ലാവരും കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്ത് സമ്പൂർണ്ണ സമർപ്പണം കഴിഞ്ഞിട്ട് പിന്നെ ചായ കുടിക്കാൻ പറയാ, കാര്യമൊക്കെ ശരിയാ, ബാക്കി ഞാൻ പൂരിപ്പിക്കുന്നില്ല. യഹോവ എന്റെ ഓഹരി എന്ന് എന്റെ ഉള്ളം പറയുന്നു. അതുകൊണ്ട് ഞാൻ അവനിൽ എന്ത് ചെയ്യുന്നു? പ്രത്യാശ വെക്കുന്നു. അടുത്ത വചനം. തന്നെ കാത്തിരിക്കുന്നവർക്ക് തന്നെ അന്വേഷിക്കുന്നവനും യഹോവ നല്ലവൻ. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും ആരാണ്? യഹോവ നല്ലവൻ. പ്രിയ സഹോദരങ്ങൾ, ഇതൊക്കെ നമ്മൾ ഈ പുതിയ കാര്യങ്ങളൊന്നുമല്ല. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യം നമ്മൾ റിമൈൻഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്നും ഡൗൺ ആയിരിക്കും എന്നാ പറഞ്ഞു. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും ആരാണ്? യഹോവ നല്ലവൻ. 26 വാക്യം. ഇത് ഓരോ പ്രിൻസിപ്പിൾ ആകട്ടോ. ഞാൻ പറഞ്ഞു, ഇത് ഓരോ പ്രിൻസിപ്പിൾ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്താൽ നല്ലതാ. 26 വാക്യം. യഹോവയുടെ രക്ഷയ്ക്കായി മിണ്ടാതെ കാത്തിരിക്കുന്നത് നല്ലത്. കേട്ടോ, യഹോവയുടെ രക്ഷയ്ക്കായി നമ്മളൊരു വിഷയം വരുമ്പോൾ ഓടുന്ന എങ്ങോട്ടാ? ആദ്യം ഒന്നും ആയിക്കോട്ടെ, ചെറുതോ വലുതോ, നമ്മൾ ഓടുന്ന എങ്ങോട്ടാ? ഞാൻ പറയാം, നമ്മൾ ഓടുന്ന ഫോണിന്റെ അടുത്തോട്ടാ. ആ ഫോണിന്റെ അടുത്തോട്ട് ഓടുന്നതിന് പകരം കർത്താവിന്റെ അടുത്തോട്ട് ഓടിക്കഴിഞ്ഞാൽ എത്ര സന്തോഷമാണ്. കാരണം നമുക്കത് ഭയങ്കര എന്തെങ്കിലും യഹോവ രക്ഷയ്ക്കായിട്ട് മിണ്ടാതെ കാത്തിരിക്കുന്നത് നല്ലതെന്ന് കർത്താവ് എഴുതിയിരിക്കുക. പക്ഷെ നമ്മൾ പറഞ്ഞെന്നാ അറിയോ? ശരിയാ, കാര്യമൊക്കെ ശരിയാ, നമ്മളെല്ലാം ഇതാ വിജയം, കാര്യമൊക്കെ ശരിയാ. യഹോവ രക്ഷയ്ക്കായി മിണ്ടാതെ കാത്തിരിക്കുന്നത് നല്ലത്. അടുത്തത്, ബാല്യത്തിൽ മുഖം ചുമക്കുന്നത് ഒരു പുരുഷന് നല്ലത്. അവനത് അവന്റെ മേൽ വെച്ചിരിക്കൊണ്ട് അവൻ തനിച്ച് മൗനം ആയിരിക്കട്ടെ. പ്രിയമുള്ളവരെ, അവിടെ പറയുന്നത് ഈ ചെറുപ്പകാലങ്ങളിൽ ചില കഷ്ടങ്ങൾ സഹോദരങ്ങൾ ചിന്തിച്ചു. ഇപ്പം ഇവിടെയുള്ള യൗവനക്കാർക്കൊക്കെ ചിലപ്പം ഫീസ് അടയ്ക്കാത്തതിന്റെ കഷ്ടമൊന്നും ആയിരിക്കത്തില്ല. അതാണ് നിങ്ങളുടെ മാതാപിതാക്കളൊക്കെ 10-ാം തീയതിയാണ് ഫീസ് അടയ്ക്കേണ്ട. ആദ്യ ദിവസം വേണമെങ്കിൽ 5-ാം തീയതി കൊണ്ട് അടയ്ക്കുന്നവരെ ഇവിടെ ഉള്ളത്. പക്ഷേ നിങ്ങൾക്ക് ചില വിഷയങ്ങളുണ്ടാവും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇറ്റ് ഈസ് ഗുഡ് ഫോർ എ മാൻ ദാറ്റ് ഹി ബെയർ ദ യോക്ക് ഇൻ ഹിസ് യൂത്ത്. ഒരു ചെറുപ്പത്തില് കർത്താവിനെ പ്രതിയായിരിക്കാം. നമ്മൾ പറയൂ, കഷ്ടമാത്ര കർത്താവിനെ പ്രതിയായിരിക്കാം വചനം. ഈ എന്റെ ജീവിതത്തിൽ ഒത്തിരി എന്നെ ആശ്വസിപ്പിച്ചൊരു വചനം. ചെറുപ്പത്തിൽ 18-ഉം 12-ഉം വയസ്സ് ലോകത്തുള്ള വിഷയം മുഴുവൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, എന്റെ ദൈവമേ എന്തായത്? അപ്പോഴെല്ലാം എന്നെ തുടിച്ചുയർത്തൊരു വചനമാണ്. ഇറ്റ് ഈസ് ഗുഡ് ഫോർ എ മാൻ ദാറ്റ് ഹി ബെയർ ദ യോക്ക് ഇൻ ഹിസ് യൂത്ത്. ചെറുപ്പത്തിൽ അത് ഞാൻ പറഞ്ഞ ഒരു പക്ഷേ ഫിനാൻഷ്യൽ പ്രഷർസ് ഒന്നും ആയിരിക്കത്തില്ല നിങ്ങളുടേത്. നിങ്ങൾക്കറിയാം, കർത്താവിനെ പിൻപറ്റുമ്പോൾ ചില കഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. കോളേജിൽ ഒറ്റപ്പെടും, ആളുകൾ കളിയാക്കും, ഈ 1-ാം നൂറ്റാണ്ട് ജീവിക്കുന്ന ആളെന്നൊക്കെ പറയും. പക്ഷേ ഒരു കാര്യമുണ്ട്, ആ മുഖം ഏറ്റെടുത്താൽ അത് വളരെ നല്ലതാണ്. ചെറുപ്പത്തിൽ കഷ്ടപ്പെട്ട സഹോദരങ്ങളോടൊന്ന് ചോദിച്ചാൽ മതി,
ചെറുപ്പത്തിൽ കഷ്ടപ്പെട്ടതിന്റെ ഗുണം ഇപ്പോൾ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഒന്ന് ചോദിച്ചാൽ മതി. ഈ ബാല്യത്തിൽ നുകം ചുമക്കുന്ന ഒരു പുരുഷന് നല്ലത്, ഒരു സ്ത്രീക്ക് നല്ലത്. 28 വാക്യം. അവനത് അവന്റെ മേൽ വെച്ചിരിക്കുമുണ്ട്, അവൻ തനിച്ച് മൗനമായിരിക്കും. കേട്ടോ, വീട്ടുകാരുടെ വഴക്കൊന്നും ഉണ്ടാക്കല്ലേ. അത് ദൈവം നിന്നെ മേൽ വെച്ചിരിക്കുക. ആ നുകം പിശാചിന്റെ നുഖമല്ല. പിശാചിന്റെ നുഖം എടുത്തു മാറ്റിയിട്ട് ക്രിസ്തുവിന്റെ ഒരു നുഖം എടുത്തുകൊണ്ടാ കോളേജിൽ പോകുന്നത്. നമ്മൾ ഐ ഡി കാർഡും കൂടെ ഒക്കെ പോകുന്ന പോലെ ഐ ഡി കാർഡിലെ കയറ്റത്തില്ലെന്ന് ആൾക്കാർ പറയും. ശരിയാ, ഐ ഡി കാർഡ് എടുത്തില്ലേ കയറ്റാത്തത് പോലെ ഇമ്പോർട്ടന്റ് സാധനം ക്രിസ്തുവിന്റെ നുഖം. ഈ നുഖം അവന്റെ മേൽ വെച്ചിരിക്കുന്നത് കൊണ്ട് അവൻ തനിച്ചു മൗനമായിരിക്കട്ടെ. എന്നോട് ആരും മിണ്ടുന്നില്ല. കോളേജ് കമ്പനി ഒരു മനുഷ്യൻ പോലും എന്നോട് മിണ്ടുന്നില്ല. നിങ്ങളൊക്കെ പാട്ടും പ്രാർത്ഥനക്കാരാന്ന് പറഞ്ഞ് നടക്കുക. പക്ഷെ കർത്താവ് പറഞ്ഞു, അത് ദൈവം നിന്നു വെച്ചിരിക്കുക. മിണ്ടാതിരുന്നാ മതി. I am God. മിണ്ടാതെ കാത്തിരിക്കുന്നത് നല്ലത്. അടുത്തത്, അവൻ തന്റെ മുഖത്തെ പൊടിയോളം താഴ്ത്തട്ടെ. താഴോട്ട് പറയുന്നുണ്ട്. പക്ഷെ പ്രത്യാശ ശേഷിക്കുമെന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ നിങ്ങൾ പിന്നീട് വായിക്കാം. 56 വാക്യം വായിക്കാം. 56 വാക്യം. എന്റെ നെടുവീർപ്പിനും എന്റെ നിലവിളിക്കും ചെവി പൊത്തിക്കളയരുതേ എന്നുള്ള എന്റെ പ്രാർത്ഥന നീ കേട്ടിരിക്കുന്നു. എന്റെ നെടുവീർപ്പിനും എന്റെ നിലവിളിക്കും ചെവി പൊത്തിക്കളയരുതേ എന്നുള്ള പ്രാർത്ഥന എന്ത് ചെയ്തിരിക്കുന്നു? നീ കേട്ടിരിക്കുന്നു. ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാ സഹോദരങ്ങളെ. ഞാൻ ആവർത്തിക്കുക, പ്രാർത്ഥന നിർത്തി ആരെങ്കിലും ഉണ്ടോ? ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാ, പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നവനാ. കർത്താവിന് മാറ്റം വന്നിട്ടില്ല. അവൻ ഇന്നലെയും എന്നും അനന്യം തന്നെയാ. അവൻ ഒരു നാളും മാറ്റം വന്നിട്ടില്ല. ഈ 57 വാക്യം. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്തു വന്ന് കണ്ടോ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ചൊരു ദിവസമുണ്ട്. അന്ന് നീ എന്റെ അടുത്ത് വന്നു. കർത്താവ് തന്നെ വന്നു. നിങ്ങൾ പൗലോസിനെ കുറിച്ച് അപ്പോസ്തലപ്രവൃത്തിയിൽ വായിക്കുന്നുണ്ട്. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്നെന്നാ പറഞ്ഞു. ജയിലിനകത്താ. രാത്രി ദൂതനെ വിട്ടാൽ മതിയായിരുന്നു. പക്ഷെ ദൂതനൊന്നും അല്ല വന്നേ. കർത്താവ് അവന്റെ അടുക്കൽ നിന്ന് രാത്രി ജയിലില്. എന്നിട്ട് പറഞ്ഞു, ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കണമെന്ന് പറഞ്ഞു. ആരാ വന്ന് പറഞ്ഞറിയോ? കർത്താവ്. ഇനി എന്റെ ഹൃദയത്തെ ടച്ച് ചെയ്തൊരു വാക്ക് ഞാൻ പറയാം. പുരുഷാരം വൈകുന്നേരമായപ്പോ കൂടി വരിക. പുരുഷാരം എന്ന് പറഞ്ഞാൽ 1-2 പേരൊന്നും അല്ല കേട്ടോ. അതിനകത്ത് ഞാൻ എന്റെ സാധാരണ ഭാഷ പറയുക, 2000 വർഷം മുമ്പാ കുഷ്ഠരോഗിയുണ്ട്, വ്രണമുള്ളവനുണ്ട്, നാറ്റം വെച്ചവനുണ്ട്, കുളിക്കാൻ നടക്കുന്നവനുണ്ട്, തലമുടി വെട്ടിക്കാതെ തലയിലെല്ലാം ഞാൻ പറഞ്ഞു വല്ലാതെ വികൃതമായിട്ട് നടക്കുന്ന പുരുഷാരെന്ന് പറഞ്ഞാൽ എന്നാ, ഇൻവിറ്റേഷൻ കാർഡ് കൊടുത്ത് അറേഞ്ച്ഡ് ആയിട്ടൊരു ഹോളില് ഫാൻ എല്ലാം ഓൺ ചെയ്ത് കഴിയുമ്പോൾ ടൈയൊക്കെ കയറി നല്ല പുരുഷാരൻ. അതിനകത്ത് എല്ലാ പാർട്ടീസും ഉണ്ട്. ഇന്നത്തെ കാലത്തൊക്കെ ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്. വലിയ പുരുഷാരൊക്കെ വരുമ്പം അവർ പറയും, ചെവിയുടെ വേദനകളുള്ളവരെല്ലാരും കൂടെ ആ ഇടത്ത് വശത്തേക്ക് മാറിയിരിക്കട്ടെ. അടുത്ത് പറയും, ഈ അസ്ഥി സംബന്ധമായ രോഗങ്ങളുള്ളവരെല്ലാം സ്റ്റേജിന്റെ വലത്തെ സൈഡിലേക്ക് മാറിയിരിക്കട്ടെ. വോളണ്ടിയേഴ്സ് അവരെ ഹെൽപ്പ് ചെയ്യണം. പിന്നെ അടുത്തത്, നടക്കാൻ വയ്യാത്ത സ്ട്രെച്ചറിൽ വന്ന ആൾക്കാരൊക്കെ ഈ നടുക്ക് ഭാഗത്ത് കുറച്ച് സ്ഥലമുണ്ട്, അവരെ എന്ത് ചെയ്യണം? കാരണം വലിയ ക്രൂസൈഡാ. അത് കഴിഞ്ഞിട്ട് രോഗശാന്തി പ്രാർത്ഥനയുടെ സമയമാകുമ്പോഴത്തേനും മൊത്തത്തിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. കാരണം ഞാൻ അവരെ വിധിക്കുമല്ല, പക്ഷെ എന്റെ ഹൃദയത്തെ ടച്ച് ചെയ്തൊരു വചനമുണ്ട്. കർത്താവ് ഓരോരുത്തരുടെ മേൽ കൈവച്ച് അവനെ സൗഖ്യമാക്കി. ലൂക്കോസ് വളരെ ശ്രദ്ധിച്ചാണ് യേശുവിനെ. പ്രിയ സഹോദരങ്ങളെ, ചെവിയിലുള്ള വലത്തോട് മാറണം എന്നൊന്നും പറയണം. മൊത്തത്തിൽ ബി ഹീൽഡ് എന്ന് പറഞ്ഞുണ്ടല്ലോ, സകല മരിച്ചവനടക്കം എഴുന്നേക്കും കർത്താവിന്റെ ഒരു വാക്കിന്. കർത്താവിന് എവിടെ നിന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. സകല കുഷ്ഠരോഗിയും, സകല അമ്പനും, സകല ബദിരനും, സകലവനും എന്തോ ആയിക്കോട്ടെ, അവൻ സൗഖ്യമായിട്ട് സൗഖ്യമായിട്ടെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ കർത്താവ് ഇടക്കോട്ട് ഇറങ്ങി ചെന്നേച്ച് നിങ്ങൾ കെയർ മാർക്കറ്റ് ഓർത്താൽ മതി. അവിടെ രാവിലെ സമയത്തൊക്കെ ഇങ്ങനെ ഇടിച്ച ആൾക്കാർ, ഈ എന്നാ പറയുന്നത്, ഈ പൂവും കൊണ്ടൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. നമ്മൾ അവരെയൊക്കെ നമുക്കറിയാം, അത്ര വലിയ ഇതൊന്നും നമ്മൾ അവരെല്ലാം കൂടെ ആവാതിലെ കൊടുക്കണം. നമ്മൾ ഇപ്പുറത്ത് കൂടെ കയറും, കാരണം നമ്മൾ ഷട്ടലെങ്ങാൻ എന്തെങ്കിലും പറ്റിയാലോ. അപ്പം പക്ഷെ കർത്താവ് അങ്ങനല്ല. ലൂക്കോസ് കർത്താവിനെ ശ്രദ്ധിച്ചിട്ട് പറയുക, ഓരോരുത്തരുടെ മേൽ ചീഞ്ഞളിഞ്ഞ് നാറ്റം വെച്ചവന്റെ മേലും കൊണ്ട് കൈവെക്കുക, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവന്റെ മേലും കൊണ്ട് കൈവെക്കുക, എല്ലാവരുടെ മേൽ ഓരോരുത്തരും. ഞാൻ ചോദിക്കട്ടെ, എത്ര സമയം എടുത്തു കാണും? ഈ സൗരങ്ങൾ നമ്മൾ കൈവച്ചെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ വായിച്ചു വിടരുത് കേട്ടോ. ആരാ കൈവച്ചെന്ന് പഴയ നിയമം വായിക്കുമ്പോൾ അറിയാം.
ഹല്ലേലൂയ. സീനായി പർവ്വതത്തിൽ ഇറങ്ങി വന്നത് പറഞ്ഞു, ഒറ്റ ഒരുത്തൻ, മോശമല്ലാതെ ഒറ്റ ഒരുത്തൻ പർവ്വതത്തെ തൊട്ട് കഴിഞ്ഞാൽ കൊല്ലണമെന്നാ പറഞ്ഞു. ആ കർത്താവ് ഇറങ്ങി വന്ന, ഏറ്റവും താഴേക്ക് ഇറങ്ങി വന്ന beggars, leprosy people, blind people, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ഓരോരുത്തരുടെ അടുക്കൽ വന്ന് കൈവച്ച് റെവലേഷൻ, കർത്താവ് എനിക്ക് റെവലേഷൻ തരണം. നീ എങ്ങനെയാണ് ആളുകളെ തൊട്ടത് കർത്താവെ? സൗഖ്യമല്ല ഞാൻ സ്ട്രെസ് ചെയ്യുന്നത്. കർത്താവെ, നിന്റെ പുത്രനെ ക്രിസ്തുവിനെ പോലെ എന്നെ നീയാക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഇതാണ് ഈ ഇവർക്കിന്റെ വെളിപ്പാട്. അവന്റെ കരുണകൾ ഒരു നാളും തീർന്നു പോയിട്ടില്ല. പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവം. 57 വാക്യം. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്ത് വന്നു എന്ത് ചെയ്തു? ഭയപ്പെടേണ്ട എന്ന് നീ പറഞ്ഞു. ഇനിയും ഒരു വാക്കിയുടെ വായിച്ചാൽ അവസാനിപ്പിക്കാം. Lamentations 3:37. അവസാനം പുള്ളിയുടെ ധ്യാനങ്ങൾ കഴിഞ്ഞപ്പം വിലാപങ്ങൾ 3:37 ആളെത്തി ഒരു കൺക്ലൂഷൻ ഉണ്ട്. അതാണ് ആൾ കിട്ടിയ സമാധാനം. 3:37 കർത്താവ് കൽപ്പിക്കാതെ ആർ പറഞ്ഞിട്ടാകുന്നു വല്ലതും സംഭവിക്കുന്നത്. ഹല്ലേലൂയ. കണ്ടോ എല്ലാവരും വാക്യം? കണ്ടോ? അവസാനം ധ്യാനം കഴിഞ്ഞപ്പോൾ Lamentation 3:37 കർത്താവ് കൽപ്പിക്കാതെ ആര് പറഞ്ഞിട്ടാകുന്നു വല്ലതും. The sovereignty of God. ദൈവത്തിന്റെ പരമാധികാരത്തെ കുറിച്ച് ആൾക്കൊരു വെളിപ്പാട് കിട്ടി. ആള് സ്വസ്ഥനായി. പ്രിയ സൗരങ്ങളെ, ഇതാണ് കർത്താവ്, കർത്താവിന്റെ മഹത്വം, ഇതാണ് കർത്താവിന്റെ ഗ്ലോറി, ഇതാണ് കർത്താവിന്റെ. പല കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത ഉണ്ടാവും. നിങ്ങളുടെ ഡയറിയിൽ എഴുതി വെക്കുക. അനേക ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടാവും. എന്തുകൊണ്ടാണ് കർത്താവ്? ഒരു കാര്യം ഞാൻ പറയാം. നിത്യതയിൽ ദൈവത്തിന് മുമ്പ് പറയും, ദൈവമേ അന്നതെല്ലാം വന്നതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നീ പറഞ്ഞിട്ടല്ലാതെ പിന്നെ ആര് പറഞ്ഞിട്ടാ കർത്താവ് വല്ലതും സംഭവിക്കുന്നത്? സോവറിനിറ്റി ഓഫ് ഗോഡ്. അവിടെ അദ്ദേഹം വീണ്ടും ദൈവത്തെ ആരാധിച്ചു കാണും. ദൈവമക്കളെ, നിങ്ങൾക്ക് കർത്താവിനുള്ള ബന്ധത്തിൽ എന്തെങ്കിലും മെമ്മറീസ് ഉണ്ട്? അത് ചർച്ച വന്നു പോയാൽ എനിക്കറിയാം. ക്രിസ്തുവിന്റെ മണവാട്ടിക്ക് കർത്താവിനുള്ള ബന്ധത്തിൽ ഒത്തിരി ഓർമ്മകൾ വരുന്നുണ്ട്. കർത്താവ് അതിന്റെ ഒരാളാ. കർത്താവിനെ ഓർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാ കർത്താവ്. അവസാനം പോകാൻ നേരം എല്ലാം പഠിപ്പിച്ചു, കുറെ ഒന്നും മനസ്സിലായില്ല. അവസാനം എന്ത് ചെയ്യുന്നറിയോ? അപ്പോൾ നീ എടുത്തു വെച്ചിട്ട് പറഞ്ഞു, do this in remembrance of me. Remember me. നീ എന്നെ ഒന്ന് ഓർത്താ മതി. ഇത് കാണുമ്പോ നീ എന്നെ ഒന്ന് ഓർക്കും. സൗരങ്ങളെ, ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. കർത്താവിനുള്ള ബന്ധത്തിൽ മേ ബി 15 വർഷം, 20 വർഷം, 2 വർഷം, whatever it may be. Do you have any good memories with Jesus? യേശുവിന്റെ കൂടെയുള്ള എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടോ നിങ്ങൾക്ക്? ഈ പകൽ ധ്യാനിക്കുക. കർത്താവ്, നീ എത്ര നല്ലവൻ, നീ എത്ര കരുണയുള്ളവൻ, നീ എത്ര മനസ്സൊലിയുള്ളവൻ, നീ എത്ര മാറാത്തവൻ. ഇതാണ് ഒരു പ്രിൻസിപ്പിള്. ജീവിതത്തെ ഫേസ് ചെയ്യാനായിട്ട് ഒരു പ്രിൻസിപ്പിൾ ഇതാണ്. ആ കർത്താവ് നമുക്ക് ഒരു വാക്കിലൂടെ വായിക്കാം. Isaiah 52:12. മലയാളത്തിൽ അത്ര ക്ലിയർ അല്ല. ഒരു ദൈവത്തിന് എന്ത് പ്രൊട്ടക്ഷൻ ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ VIP പ്രൊട്ടക്ഷൻ എന്നും VVIP പ്രൊട്ടക്ഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾ ചിലത് കണ്ടിട്ടുമുണ്ട്. ദൈവത്തിലൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇതൊക്കെ പ്രോമിസസ്, ഇതൊക്കെ എന്ത് ചെയ്യേണ്ടത്? ഇതൊക്കെ നമ്മുടെ സ്വന്തമാണ്, വാഗ്ദത്തമാണ്. എന്താണ്? നിങ്ങൾ ബദ്ധപ്പാടോടെ പോകുകയില്ല, ഓടിപ്പോകുകയുമില്ല. യഹോവ നിങ്ങൾക്ക് മുമ്പായി നടക്കും. ഇസ്രായേലിന്റെ ദൈവം നിങ്ങൾക്ക് പിൻപടയായിരിക്കും. ഇവിടെ പറയുന്നത് മുൻപട എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. മുന്നിൽ പോകുന്ന സൈന്യം. അതാരാ? നമ്മളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ നടന്നു പോകുന്നുണ്ടല്ലോ, ഫ്രണ്ടിൽ ഒരു സൈന്യം മാർച്ച് ചെയ്യാണ്, പുറകിലും ഒരു സൈന്യമുണ്ട്. കാരണം പുറകിൽ ആക്രമിക്കാതെ ഇരിക്കാനായിട്ട്. മുൻപടയും പിൻപടയുമായിട്ട് ദൈവമുണ്ട്. ഈ ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭാരങ്ങൾ മാറിപ്പോകും. നാം ദൈവത്തെ സ്തുതിക്കും, നാം ദൈവത്തെ ആരാധിക്കും, നാം കർത്താവിന്റെ തേജസ് നാം കൂടുതലായിട്ട് അനുഭവിക്കും. ഈ ഒരു അവസ്ഥയിലേക്ക് ദൈവം നമ്മെ നടത്തട്ടെ. ഈ സൗരങ്ങളെ, ബാംഗ്ലൂർ സിറ്റിയിലെ തിരക്കിൽ ഓടുന്ന സഹോദരങ്ങളെ, ലൈഫ് നിങ്ങളുടെ ജീവിതത്തിലെ സേല, അത് നിങ്ങളും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ തീരുമാനിക്കുക. ഞാനിങ്ങനെ ഓടിയാൽ എവിടെ എത്തും? കർത്താവേ, എനിക്കൊരു സേല, ഒരു സ്റ്റോപ്പ് ആവശ്യമാണ്, ഒരു വിശ്രമം ആവശ്യമാണ്. ഇതുവരെ നടത്തിയ വഴികളെക്കുറിച്ച് ചിന്തിക്കാൻ ഒരു ചിന്ത എനിക്ക് ആവശ്യമാണ്. എനിക്കൊരു ടൈം ഗ്യാപ്പ് വേണം.
അല്ലെങ്കിൽ ഒരു റൊട്ടീൻ ലൈഫിൽ ഓടി 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 ക്ഷീണിക്കുന്ന ഒരു അനുഭവമല്ല. ഈ വിലാപങ്ങളിൽ നാം പഠിക്കുന്ന സത്യം ഇതാണ്. എല്ലാം തകർന്നു കിടക്കുമ്പോഴും ദൈവത്തിങ്കിലേക്ക് നോക്കി ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ്, ദൈവത്തിന്റെ കരുണകൾ, ദൈവത്തിന്റെ മനസ്സലിവ്, നമ്മെ നടത്തിയ വഴികൾ, നമ്മെ രക്ഷിച്ചത്, ഈ കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദി കൊണ്ട് ചൊരിക്കപ്പെടും. അപ്പൊ നമ്മൾ കർത്താവിന്റെ കൂട്ടായ്മയിൽ നമ്മൾ വർദ്ധിച്ചു വർദ്ധിച്ചു വരും. അതേക്കുറിച്ചുള്ള പറഞ്ഞു ജോയ് റെസ്റ്റ് ഇൻ ഗോഡ്സ് വിൽ. സന്തോഷം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഹിതത്തിലുള്ള വിശ്രമമാണ് സന്തോഷം. ദൈവത്തിൽ വിശ്രമിക്കുമ്പോൾ നാം യഥാർത്ഥമായിട്ടും സന്തോഷിക്കും. സന്തോഷിച്ച് നമ്മൾ, അതുകൂടെ പറയാൻ അവസാനിപ്പിക്കാം, സന്തോഷിച്ച് നമ്മൾ ജസ്റ്റ് പാട്ട് പാടുക മാത്രമല്ല. ബൈബിൾ ഒത്തിരി വിഷമിച്ചൊരു സ്ത്രീയുണ്ട്, രൂത്ത്. അവളുടെ അമ്മായിമ്മ പറഞ്ഞു, എന്നെ നവോമിന്ന് വിളിക്കണ്ട, എന്നാ വിളിച്ചാൽ മതി, മാറാ, കയ്പെന്ന് വിളിച്ചാൽ മതി, കയ്പെന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ കൂടെ ആരിലും പോകും. ഇവൾ ഇറങ്ങിപ്പോയി. ഭർത്താവ് മരിച്ചു, എല്ലാം അവസാനിച്ചു. പക്ഷെ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ഭാഗ്യവശാൽ അവൾ ബോസിന്റെ വയലെത്ര ചെന്നത്. ഹല്ലേലൂയ. എല്ലാം മാറയുടെ മധ്യത്തിൽ, ബാക്കി എല്ലാം നെഗറ്റീവ്സ്. പക്ഷെ ബോസിന്റെ വയലിൽ നാം എത്തിപ്പെട്ടാൽ അത് മാത്രം മതി. നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കുക. കർത്താവേ, നിങ്ങളുടെ പ്രിയ മണവാളനായിരിക്കുന്ന ബോസിന്റെ ആ വയലിലെത്തിപ്പെടാൻ കർത്താവേ എന്നെ സഹായിക്കണമേ. സമയത്ത് നാം വായിക്കുന്നു, കർത്താവിന്റെ നടക്കോളവൻ പറയും, സി നോക്കുക, നമ്മളവിടെ നോക്കും. ചില സമയത്ത് പറയും തുറക്കുക, നമ്മുടെ വാതിലുകൾ തുറക്കപ്പെടും. ചില സമയത്ത് പറയും കം വരിക, നമ്മൾ അവന്റെ കൂടെ ഇരിക്കും. ചില സമയത്ത് പറയും ഹാവ് എ ഫീസ്റ്റ്, നമ്മളെ കൊണ്ടുകൂടെ അത്താഴം കഴിക്കും. ഇതെല്ലാം പുതിയ നിയമത്തിലെ ക്രിസ്തുവിനെ നാം കാണുന്നു. ആ ക്രിസ്തുവിൽ നാം വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു വരുന്നു. എന്റെ ഹൃദയത്തിൽ ഒരു ഭയം കൂടെ ഞാൻ ഷെയർ ചെയ്തിട്ട് ഞാൻ എന്റെ ഷെബേഡ് എനിക്ക് പറഞ്ഞിരുന്നു, കർത്താവേ ദൈവവചനം വളരെ സില്ലിയായിട്ടെടുത്തു. കർത്താവിന്റെ കാര്യങ്ങളിൽ സീരിയസ്നെസ് ഇല്ലാതെ കർത്താവേ ഞങ്ങളുടെ ജനത്തെ ആരെയും ഈ കൈവിട്ട് കളയരുത് കർത്താവേ. ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ ക്രിസ്തു 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 എന്ന് മാത്രം പറഞ്ഞു ഓടുന്ന മണവാട്ടി കണ്ണാടിയിൽ തന്നെ ഒരുക്കി മണവാളന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ കർത്താവേ ഈ ലോകത്തിന് വേണ്ടി ഓടി, ഈ ലോകത്തിലെ കാര്യങ്ങളിൽ മാത്രം സമയം ചെലവഴിച്ച് ഈ ലോകത്തിൽ എന്തിനെങ്കിലും പിന്നാലെ ഓടി കർത്താവേ അവരുടെ ജീവിതം നഷ്ടമാക്കി നിത്യതയിൽ ഒരു വട്ടപൂജ്യമായി നിൽപ്പാൻ ആരെയും കൈവിട്ട് കളയരുതേ എന്ന് ഞാൻ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുക കർത്താവേ. അതിനടുത്ത് ഞാൻ നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഓരോരോ സാഹചര്യത്തിൽ ദൈവത്തെക്കുറിച്ച് അവര് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഈ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഓരോ സാഹചര്യത്തിൽ അവർ ദൈവത്തെ കണ്ടതെങ്ങനെയാണെന്ന് എഴുതിയ പുസ്തകമാണ് ബൈബിൾ. ദൈവം സൗഖ്യമാക്കിയപ്പോൾ അവരെഴുതി യഹോവ റാഫ, സൗഖ്യമാക്കുന്ന ദൈവം. അപ്പോൾ തിരുവചനം മുഴുവൻ ദൈവവുമായിട്ടുള്ള അവരുടെ എൻകൗണ്ടറിൽ, അവരുടെ സാധാരണ ജീവിത സാഹചര്യങ്ങളിൽ അവർ ദൈവത്തെ മനസ്സിലാക്കിയ കാര്യം അത് നമുക്ക് കേട്ട. ഇപ്പോൾ സംഗീതനക്കാരൻ ആ കഷ്ടതയിൽ അവൻ തിരിച്ചറിഞ്ഞ കാര്യം, ശത്രുക്കൾ പെരുകിയപ്പോൾ അവൻ തിരിച്ചറിഞ്ഞു യഹോവ അവിടുന്ന് എന്റെ ബലമാ, അവിടുന്ന് എന്റെ സങ്കേതമാ. ശത്രുക്കളുമായിട്ടുള്ള ബന്ധത്തിലാണ് അവൻ തിരിച്ചറിഞ്ഞത് യഹോവ എന്റെ ബലവും എന്റെ സങ്കേതവും. അപ്പോൾ ആരൊക്കെ തങ്ങളുടേതായ ജീവിത പ്രശ്നങ്ങളിൽ, ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തിങ്കിലേക്കൊന്ന് പോസ് ചെയ്യുന്നു, ഒരു സേല പറഞ്ഞ് ദൈവത്തിങ്കിലേക്ക് അവരുടെ പ്രശ്നങ്ങളുടെ നടുവിൽ ഒന്ന് നിർത്തിയിട്ട് ദൈവത്തിങ്കിലേക്ക് നോക്കുന്നു, അവർക്കൊക്കെ ദൈവം തന്നെ ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കും. ആ ചരിത്രമാണ് ഇവിടെ വിലാപങ്ങളുടെ പുസ്തകങ്ങളിൽ നമ്മൾ കണ്ടൊരു കാര്യം അതാ. ഇത് ഞാൻ ഓർക്കും, മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അതിന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. വലിയ പ്രതികൂലത്തിന്റെ നടുവിൽ അവർ തിരിച്ചറിഞ്ഞൊരു കാര്യം അതാ, അവിടുന്ന് കഷ്ടതകൾ അനുവദിക്കുന്നെങ്കിലും അതിന്റെ നടുവിലും
അവിടുന്ന് കരുണയുള്ള ദൈവമാണ്. കരുണയുള്ള ദൈവം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ സേല പറയുന്നുണ്ടോ? ഒന്ന് പോസ് ചെയ്യുന്നുണ്ടോ? ആരൊക്കെ ഒന്ന് നിർത്തിയിട്ട്, പ്രശ്നങ്ങളിൽ നിന്നുള്ള നോട്ടം മാറ്റിയിട്ട് ഒന്ന് നിർത്തി ദൈവത്തിങ്കിലേക്കൊന്ന് നോക്കാൻ, ദൈവമേ എന്നൊന്ന് വിളിച്ചാൽ അവർക്കൊക്കെ ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഉണ്ട്. ഞാനൊരു വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ 1-ാം അധ്യായം, 2 Corinthians chapter 1 verse 3. മനസ്സിലുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. Blessed be the God and Father of our Lord Jesus Christ, the Father of mercies and God of all comfort. മനസ്സലിവുള്ള പിതാവ്, സർവ ആശ്വാസങ്ങളുടെ ദൈവം, the Father of mercies, കരുണകളുടെ പിതാവ്. നമുക്ക് അതിനെ വായിക്കാം. കരുണകളുടെ പിതാവ്. എപ്പോഴാ പൗലോസ് പറഞ്ഞറിയാം? പൗലോസ് ഏറ്റവും കൂടുതൽ, ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ഏറ്റവും കൂടുതൽ വെളിപ്പാട് കിട്ടിയ ഒരാളാണ് പൗലോസ്. പൗലോസിന് ദൈവം ഫാദർ ഓഫ് മേഴ്സീസ്, കരുണകളുടെ പിതാവാണെന്ന്, ദ ഗോഡ് ഓഫ് ഓൾ കംഫർട്ട്. നിങ്ങൾ വാക്കി ശ്രദ്ധിച്ചോ? ഓൾ. നിങ്ങൾ ഈ ഓൾ എന്ന് കാണുമ്പോൾ എപ്പോഴോടൊക്കെ ഒന്ന് റൗണ്ട് ചെയ്ത് അണ്ടർലൈൻ ചെയ്യും. എന്റെ ബൈബിളിൽ ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, ഒന്ന് റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഓൾ കംഫർട്ട്. മലയാളത്തിൽ സർവ ആശ്വാസങ്ങളുടെയും ദൈവം. ദൈവത്തിന്റെ പ്രത്യേകത ഇതാണ്: നമ്മുടെ എല്ലാ പ്രതികൂലങ്ങളുടെയും നടുവിൽ നിങ്ങൾക്ക് 100 കഷ്ടങ്ങളുണ്ടെങ്കിൽ 100 ആശ്വാസമുണ്ട്. Can you believe that? നിങ്ങൾക്ക് 150 കഷ്ടങ്ങളുണ്ടെങ്കിൽ 150 ആശ്വാസമുണ്ട്. അതതിന്റെ അർത്ഥം. അടുത്ത വാക്യം വായിച്ചപ്പോ കുറച്ചുകൂടെ മനസ്സിലാവും. 4-ാം വാക്യം, verse 4. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ശ്രദ്ധിച്ചു. അവിടെയും ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും ചോദിച്ചിരിക്കുന്നത്. ഹു കംഫർട്ട്സ് us in all our affliction. കണ്ടോ? ഇതിന് പ്രത്യേകം ശ്രദ്ധിച്ചോ? എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു 500 കഷ്ടമുണ്ടെങ്കിൽ എത്ര ആശ്വാസമുണ്ട്? 450 ആശ്വാസം. അങ്ങനെയാണോ? പിന്നെന്താ? എത്രയുണ്ട്? ചിലനൊന്നും ആശ്വാസം പ്രാപിച്ചിട്ടില്ല, അതുകൊണ്ടാണ് മിണ്ടാത്ത. അതിന്റെ കാര്യം എന്താ പറയുമോ? നമ്മൾ നേരത്തെ കേട്ട പോലെ സേല ഇല്ലാത്തതുകൊണ്ടാ. സേല ഇല്ലാത്തവരൊന്ന് പോസ് ചെയ്യാത്തവരൊക്കെ ഉണ്ടല്ലോ, ആ കഷ്ടമായിട്ട് ഇങ്ങനെ ചുമന്നു കിടക്കുക. അവരൊക്കെ പാട്ട് പാടിക്കൊണ്ടിരിക്കുക, കഷ്ടങ്ങൾ പെരുകുന്നു കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞത്, സഹോദരങ്ങളെ, ഒന്ന് ദൈവസന്നിധിയിൽ നമ്മുടെ പ്രശ്നങ്ങളുമായിട്ട് ദൈവസന്നിധിയിൽ ഒന്ന് പോസ് ചെയ്യാൻ, ഒന്നവൻ അവിടുത്തെ സന്നിധിയിൽ ഒന്ന് ഇരിക്കുവാൻ. ലോങ് ടൈം ഒന്നും ഇരിക്കണമല്ല ഞാൻ പറഞ്ഞത്. ഒത്തിരി സമയം ഒന്നും ഇരിക്കാനൊന്നും സമയമില്ലാത്ത ആൾക്കാരാ. ഞങ്ങളിന്നലെ ബോംബെയിലൂടെയാണ് വന്നത്. അവിടെ ഞങ്ങള് വണ്ടി ഓടിച്ച സഹോദരൻ ഞങ്ങളോട് പറഞ്ഞു, ഗ്രാമത്തിലാണ് എന്നാ സുഖം. ഇവിടെ ബോംബെ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാ. ശരിയാണ്, അവിടെ ഗ്രാമവും ആ ബോംബെയും നമ്മൾ വ്യത്യാസം മനസ്സിലാക്കി. ബാംഗ്ലൂരും ഏകദേശം അതിനോടൊക്കെ ഒപ്പം നിൽക്കുന്ന സ്ഥലമാണ്. ബോംബെയിലെ ആൾക്കാരും നടക്കുന്ന ഞങ്ങൾ കണ്ടിട്ടില്ല, അവരെല്ലാം ഓടുകയാണ്. പക്ഷേ അവരെയൊക്കെ കാണുമ്പോൾ ഒരു കാര്യം നമുക്കറിയാൻ പറ്റുന്ന അറിയാവോ? ഈ ഓട്ടം എങ്ങനെയാണെന്നറിയാവോ? വലിയ ഭാരം ചൂടുണ്ടോ ഓടുന്നത്. പിൽഗ്രിംസ് പ്രോഗ്രസിന്റെ കാര്യം നമ്മൾ കേട്ട പോലെ പുറത്ത് വലിയ ഭാരവുമായിട്ട് ആൾക്കാരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. സഹോദരങ്ങളെ, റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 7th day അഡ്വന്റിസ്റ്റ് ഉള്ള ഒരു സഹോദരൻ ഞങ്ങളുടെ കൂടെ ട്രെയിനിലുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ശാബത്തുകാരാണ്, 7ാം ദിവസം വിശ്രമിക്കണം ദൈവം പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ ശനിയാഴ്ച ദിവസം. അപ്പൊ ഞാൻ ചോദിച്ചു, ഒരു ചെറിയ സംശയം, ചെറിയ ഡൗട്ട് ഉണ്ട്, ശനിയാഴ്ച ദിവസം എന്ത് ചെയ്യും, എങ്ങനെ വിശ്രമിക്കും നിങ്ങൾ? അപ്പൊ പറഞ്ഞു, ശനിയാഴ്ച ദിവസം ഞങ്ങൾ സിനിമ കാണത്തില്ല, സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല, ചർച്ചിൽ പോവും. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ബാക്കി ദിവസം സിനിമ കാണുമോ?
അങ്ങനെ ചോദ്യം പുള്ളി പ്രതീക്ഷിച്ചില്ലെന്ന് തോന്നുന്നു. ഏഴാം ദിവസം ശാബത്ത്, ശനിയാഴ്ച ദിവസം വിശ്രമമോ? ഞാൻ പറയാം, ശനിയാഴ്ച ദിവസം വിശ്രമിക്കുന്ന അനേകരുടെ ഹൃദയത്തിൽ വിശ്രമമില്ല. ഫിസിക്കൽ റെസ്റ്റ് ഉണ്ട്, പക്ഷെ എന്തില്ലെന്നറിയാമോ? അവരുടെ മനസ്സിന് സ്വസ്ഥതയില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, കം ടു മീ all who are weary and heavy laden, I will give you rest. സോദരങ്ങളെ, ഫിസിക്കൽ റെസ്റ്റിനേക്കാൾ 1000 ഇരട്ടി വിലയുള്ള കാര്യമാണ് മനസ്സിന്റെ സ്വസ്ഥത. അതിനെ യേശു വിളിച്ചത് എന്താ പറഞ്ഞത്? കം, എന്റെ അടുക്കൽ വാ. നിങ്ങളിപ്പോൾ ചുമന്നുകൊണ്ട് കിടക്കുന്ന ഈ ഭാരമുണ്ടല്ലോ, ഓടുകയ ഭാരം ചുമന്നുണ്ട്, ഞാൻ നിങ്ങളുടെ മനസ്സിന് സ്വസ്ഥത തരാം. 7-ാം ദിവസം മൊത്തം ഇരിക്കേണ്ട സോദരങ്ങളെ അവിടുത്തെ സന്നിധിയിൽ ഒരൊന്നും കൂടി തിരിഞ്ഞാൽ മതി. കർത്താവേ, യേശുവേ എന്നൊന്ന് വിളിച്ചാൽ ആ നിമിഷം അവിടുന്ന് സ്വസ്ഥത തരുന്ന കർത്താവാണ്. പക്ഷെ ഒന്ന് വിളിക്കണം കേട്ടോ. കം, അവന്റെ അടുത്തേക്കൊന്ന് ചെന്നണം. എങ്ങനെ ചെല്ലണം? മനസ്സുകൊണ്ടൊന്ന് ചെന്നാൽ മതി. അതുകൊണ്ട് ശബ്ദത്തൊക്കെ പോയി കേട്ടോ, ശബ്ദത്തൊക്കെ പോയി. ശബ്ദത്ത് പോയി. കാരണം എന്താ അറിയാമോ? യേശു നമ്മുടെ ശബ്ദത്താണ്. മനുഷ്യപുത്രൻ ശബ്ദത്തിനും കർത്താവാകുന്നു. ഹല്ലേലൂയ. അവിടുന്നാണ് നമ്മുടെ വിശ്രമം. വിശ്രമം കേട്ടപ്പോൾ ചിലർ വിചാരിച്ചു, അന്നപ്പോ ഞായറാഴ്ചയും കൂടെ ജോലിക്ക് പോകല്ലോ, കുഴപ്പമില്ല, ഞങ്ങൾക്ക് എപ്പോഴും വിശ്രമം. നോ, നിങ്ങളതിനെ അങ്ങനെ എടുക്കരുത്. നമുക്ക് ഒരാഴ്ചയോടെ 1-ാം ദിവസം അപ്പോസ്തലന്മാർ ഒരുമിച്ചുകൂടി വചനം ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ നമുക്കൊരു സമയം വേണം. പക്ഷേ ഞാൻ പറഞ്ഞത്, വിശ്രമം കർത്താവില്ല സഹോദരങ്ങളെ, യേശു കർത്താവില്ല. പക്ഷേ പ്രിയ സഹോദരൻ നമ്മെ ഓർപ്പിച്ചതുപോലെ ഇടയ്ക്ക് എന്നാ വേണം? ഒരു സേല. തിരക്കുകളുടെ നടുവിൽ ഒന്ന് ഹൃദയത്തിലേക്ക് കർത്താവ് ഒന്ന് ഉയർത്തുകയാണെങ്കിൽ, ഞാൻ പറയാമെന്നറിയാമോ? ഇവിടെ നിങ്ങൾ ആ വാക്യം വായിച്ച്, അവിടെ എഴുതിയിരിക്കുന്ന വാക്യം കണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ച്, ഞങ്ങളുടെ ഹു കംഫർട്ട്സ് us in all our affliction, ഞങ്ങളുടെ എല്ലാ കഷ്ടത്തിലും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഏതെങ്കിലും കഷ്ടം നിങ്ങൾക്ക് ആശ്വാസം തരുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളൊന്ന് പോസ് ചെയ്ത് ദൈവത്തിലേക്ക് നോക്കാത്തത് കൊണ്ടോ? കാരണം നമ്മൾ നേരത്തെ കേട്ടു, പ്രോമിസ്, വാഗ്ദാനം. യേശു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കം ടു മീ, ഐ വിൽ ഗിവ് യു റെസ്റ്റ്. ഇത് പറയാൻ യേശുവിന് മാത്രമേ പറ്റുള്ളൂ. യേശുവിന്റെ അടുക്കലേക്കൊന്ന് ചെന്നാൽ അവിടുന്ന് ആശ്വാസം തരും. നമ്മൾ ഇന്ന് ഏതെങ്കിലും ഭാരം ചുമക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മൾ യേശുവിന്റെ അടുക്കലേക്ക് നമ്മളത് കൊണ്ടുവന്നിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ദേവദാസൻ പറഞ്ഞു, ഞാൻ ഓർപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒന്നുകൂടെ വീണ്ടും റിമൈൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുക. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ 50% ഭാരം യേശുവിന് കൊടുക്കുകയാണെങ്കിൽ 50% യേശു ചുമക്കും, 50% നിങ്ങൾ ചുമക്കേണ്ടി വരും. നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാരങ്ങൾ 75% യേശുവിന് കൊടുക്കുകയാണെങ്കിൽ യേശു 75% ചുമക്കും, നിങ്ങൾ 25% ചുമക്കേണ്ടി വരും. നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാരങ്ങൾ 90% യേശുവിന് കൊടുക്കുകയാണെങ്കിൽ യേശു 90% കൊടുക്കും, നിങ്ങൾ 10% ചുമക്കേണ്ടി വരും. എന്നാൽ നിങ്ങളുടെ മുഴുവനും ഭാരവും നിങ്ങൾ യേശുവിന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഴുവൻ ഭാരവും യേശു ചുമക്കും, നിങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നടക്കാൻ പറ്റും. ഫ്രീസലോ ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും കാര്യത്തിൽ ആശ്വാസം നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മളത് ഇതുവരെ ആർക്ക് കൊടുത്തിട്ടില്ല? കർത്താവിന് കൊടുത്തിട്ടില്ല. സേല ഉണ്ടായിട്ടില്ല, കർത്താവിലേക്ക് നോക്കിയിട്ടില്ല. പൗലോസ് ഇവിടുത്തെ സിറ്റുവേഷൻ നിങ്ങൾക്കറിയാമോ? ഞാൻ പറഞ്ഞു, അങ്ങനെ ഇങ്ങനെ കുലുങ്ങുന്ന ആളൊന്നുമല്ല പൗലോസ്. കഷ്ടത, പട്ടിണി, നഗ്നത, ദാരിദ്ര്യം, വരട്ടെ പോകട്ടെ എന്ന് പറഞ്ഞ ആളാണ് പൗലോസ്. പക്ഷെ പുള്ളിക്കാരൻ കുലുങ്ങിപ്പോയ കഷ്ടമാണ് ഈ ഏഷ്യയിലെ കഷ്ടം, അല്ലെങ്കിൽ ആസിയയിലെ കഷ്ടം. പൗലോസ് കുലുങ്ങിയെങ്കിൽ അതൊരു കുലുക്കമെന്ന് വിചാരിക്കുന്നേ. കാരണം പുള്ളി കുലുങ്ങുന്ന ആളല്ല, കുലുക്കുന്ന ആൾക്കാർ, ലോകത്തിലെ കീഴ്മേൽ മറിക്കുന്ന മനുഷ്യർ ഇവിടെ എത്തിയെന്ന പൗലോസിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം അങ്ങനെ ഇങ്ങനെ കുലുങ്ങുന്ന ആളൊന്നുമല്ല. പിന്നെ പുള്ളിക്കാരൻ ഒരു കയ്യടിയും പാട്ടും കഴിഞ്ഞപ്പോഴത്തേന് എന്ത് ചെയ്തു? ജയിലിൽ നിന്ന് ഭൂമിയും കൂടെ ഒന്ന് കുലുങ്ങി, കാരാഗ്രഹവാണിയും കുടുംബവും മൊത്തം കുലുങ്ങി, അവര് രക്ഷിക്കപ്പെട്ടു. മൊത്തത്തിൽ പുള്ളിക്കാരൻ കുലുങ്ങുന്ന ആളൊന്നും അല്ല അങ്ങനെ. പക്ഷേ ഇടയ്ക്കൊരു കുലുക്കം വന്നു കേട്ടോ പൗലോസിന്. നോക്കല്ലേ, 14 ദിവസം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒന്നും കാണാതെ കടലിലൂടെ കപ്പൽ അരഞ്ഞു നടക്കുമ്പോൾ അതിന്റെ നടുവിൽ എഴുന്നേറ്റ് പൗലോസ് ഒരു കാര്യം പറഞ്ഞോണ്ട്, സഹോദരന്മാര്, നിങ്ങളുടെ ആരുടെയും തലയിലെ ഒരു മുടി പോലും പൊഴിഞ്ഞു പോകത്തില്ലെന്ന് എന്റെ ദൈവം എന്നോട് പറഞ്ഞു. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഭക്ഷണം കഴിച്ചു.
എല്ലാരും ഫാസ്റ്റിംഗ് അല്ല, ചിലത് പട്ടിണിയാ, കാരണം കഴിക്കാൻ തോന്നുന്നില്ല. പക്ഷേ അവിടെ പൗലോസ് കുലുങ്ങിയ കഷ്ടമാണ് ഏഷ്യയിലെ കഷ്ടം. അതായത് നിങ്ങൾ വായിച്ചു നോക്കുക, എന്റെ ആ കഷ്ടം എന്താണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ 9-ാം വാക്യം 8 മുതൽ വായിച്ചു, 8-ാം വാക്യം മുതൽ. സഹോദരന്മാരെ, ആസിയയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്കു മീതെ അത്യന്തം ഭാരപ്പെട്ടു. അതേ ഞങ്ങളിൽ അല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കും എന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചുമിരിക്കുന്നു. ശ്രദ്ധിച്ച് പൗലോസ് പറഞ്ഞെന്നറിയോ, ഒറ്റ കാര്യം ഇപ്പോൾ ഉള്ളൂ, എല്ലാ ആശ്രയവും പോയി മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിലാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്, ആശ്രയിക്കുന്നത്. കാരണം എന്ത് ചെയ്യാൻ പോവാ, മരിക്കാൻ പോയി. ഇനി ആകെപ്പാടൊരു പ്രതീക്ഷയുള്ളത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ഉയർക്കാനുള്ളൊരു സാധ്യത മാത്രമേ ഉള്ളൂ. അത്രയും വലിയ കഷ്ടം. പക്ഷെ അതിന്റെ നടുവിൽ പൗലോസ് പറയാണ്, ദൈവം എന്ത് ചെയ്തു, ഞങ്ങളെ വിടുവിച്ചു എന്നല്ല, അടുത്തറിയോ, മേലാലും വിടുവിക്കുകയും ചെയ്യും. ഇതറിയോ, ദൈവത്തിന് പ്രത്യേകമുണ്ട്. ദൈവം വിടുവിക്കുക, നമ്മൾ ഹല്ലേലൂയ സ്തോത്രമൊക്കെ പറയുക. അടുത്ത വർഷം വരുമ്പോഴത്തേന് പിന്നെ നമ്മൾ ആപ്പാട് എന്താണെന്നറിയോ, പിന്നെ സേലായും ഇല്ല, പിന്നെ പ്രാർത്ഥനയില്ല, എല്ലാം നിർത്തി. പൗലോസ് പറഞ്ഞത്, ഇപ്പോൾ ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച ദൈവം ഇനി മേലാലും വിടുവിക്കും എന്ന് ഞങ്ങൾ അവനിൽ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. We know who is our God. Yes. ഞങ്ങളുടെ ദൈവമാരാണെന്ന് ഞങ്ങൾക്കറിയാം. സ്വരങ്ങളെ എന്തിനീ കഷ്ടമൊക്കെ അനുവദിക്കുന്നത്? ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ചോദ്യം അതാകട്ടെ, എന്തുകൊണ്ട് ഈ കഷ്ടത വരുന്നെന്നുള്ള ചോദ്യം മനുഷ്യൻ ചോദിച്ചിട്ടും ചിന്തിച്ചിട്ടും ആൻസർ ഒന്നും കിട്ടാത്തതിന്റെ ഒരു കാര്യമാണ്. അവര് പറഞ്ഞൊരു കാര്യം ഇതാണ്, ദൈവം നല്ലവനാണെങ്കിൽ കഷ്ടത ഉണ്ടാകുമോ? അപ്പൊ കഷ്ടത ഉണ്ടാകൊണ്ട് ദൈവം ആരല്ല, നല്ലവനല്ല. ഇത് ലോകം പറയുന്നു. ഇത്തിരി ചോദ്യങ്ങളോടെ ലോകം നിൽക്കുന്നു. എന്തിനാ ദൈവം കഷ്ടത അനുവദിക്കുന്നത്? ഒരു കാര്യം പറഞ്ഞു, എന്താ നിങ്ങൾ വിശക്കുകയും താഴ്ത്തുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാ? കേട്ടില്ല, ഉറക്കെന്നാലും പറയാമോ? പിന്നെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? അത് വളരെ മനുഷ്യനപ്പം കൊണ്ട് മാത്രമേ വായനം കൊണ്ട് ജീവിക്കുന്നു. എന്താ അതിന്റെ അർത്ഥം? എന്താ അതിനെക്കുറിച്ച് മറുപടി പറഞ്ഞൊരു കഷ്ടം സഹിച്ച മനുഷ്യനാ. 25 വർഷം കാട്ടിലൂടെ അലഞ്ഞ് രാജാവാകാനുള്ള വാഗ്ദത്തം ലഭിച്ചിട്ടും കാട്ടിലൂടെ അലഞ്ഞടക്കുന്ന ഒരു മനുഷ്യന്റെ വാക്ക് പറഞ്ഞു. ആരെന്നറിയാമോ? ആരാ? ദാവീദ്. ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഉപകാരമായി, തന്മൂലം നിന്റെ വചനം പഠിക്കുവാൻ എനിക്കിടയായല്ലോ. ഹല്ലേലൂയ. നോക്കുക സ്വരങ്ങളെ, എങ്ങനെയാ മനുഷ്യൻ കഷ്ടത കണ്ടേ? വെറുതെ കഷ്ടതയാണോ? ശൗല് പുറകെ നടക്കുക സ്വന്തമായിട്ട്. എപ്പം വേണമെങ്കിലും കൊല്ലാം, ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും മരിക്കാം. ജീവന്റെ പ്രാണഭയവുമായിട്ട് ജീവിക്കുക, കാട്ടി ജീവിക്കുക. ഒരു സമയത്ത് ഭ്രാന്തനെ പോലെ അഭിനയിച്ച് വായിലെ തുപ്പല് തൊട്ട് ഭിത്തി വരച്ചോണ്ടിരുന്ന മനുഷ്യനാ ദാവീദ്. ആ മനുഷ്യൻ പറയുക, കഷ്ടതകൾ എനിക്ക് ഉപകാരമായി, തന്നിമിത്തം ഞാൻ ദൈവത്തിന്റെ വചനങ്ങൾ പഠിച്ചല്ലോ. ഇപ്പൊ കഷ്ടതയ്ക്ക് ഒരു പ്രയോജനമുണ്ട്. എന്താ അറിയാമോ? ദൈവത്തിന്റെ വചനത്തിലെങ്കിലേക്ക് അത് നമ്മളെ കൊണ്ടുപോകും. ഏറ്റവും കൂടുതൽ ബൈബിൾ വായിക്കുന്ന എപ്പോഴാ? രാത്രി ഉറക്കം വരായിരിക്കുമ്പോ അല്ലെ? ഏറ്റവും കൂടുതൽ ബൈബിൾ വായിക്കുന്ന എപ്പോഴാ? നാട്ടുകാരും പ്രതികൂലം, വീട്ടുകാരും പ്രതികൂലം. പിന്നെ അറിയോ, എല്ലാ പരിപാടി അവസാനിപ്പിച്ചു പിന്നെ ഭയങ്കര വായനയാണ്. അല്ല, ഈ അടുത്ത ചോദ്യം, എന്തിനാണ് ഈ ബൈബിൾ വായിക്കുന്നത്? അത് ബ്രദറെ ഒരിച്ചിരി ആശ്വാസം കിട്ടാൻ വേണ്ടി, അത് വായിക്കുമ്പോൾ ഒരു സകല ആശ്വാസം അല്ല. ബൈബിൾ വായിക്കുമ്പോൾ ആശ്വാസം ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അതിന്റെ അപ്പുറത്തൊരു കാര്യമുണ്ട്. ഈ കഷ്ടതയിലൂടെ കടത്തിവിട്ട് ദൈവവചനം നമ്മളെ പഠിപ്പിച്ചതിന്റെ പിന്നില് ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പോയി. എന്താ ഉദ്ദേശം? എന്റെ മുകളിലത്തെ വാക്യം അതിന്റെ
4 വാക്യം വായിച്ചു നോക്കി. 1:4. 2 Corinthians chapter 1 verse 4. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ശ്രദ്ധിച്ച്, God comforts us in our affliction so that we can be able to comfort others in their affliction. കണ്ടോ, ദൈവം ഈ കഷ്ടത്തിൽ ഞങ്ങളെ ആശ്വസിപ്പിച്ച എന്തിനു വേണ്ടി അറിയാമോ? എന്തിനു വേണ്ടിയിട്ടോ? അത് വേറെ എന്നിട്ടൊരു സാക്ഷ്യം പറയാൻ വേണ്ടിയാ? അല്ല, സാക്ഷ്യം പറയണമല്ല പറഞ്ഞത്. പക്ഷേ ഈ കഷ്ടതയുടെ നടുവിൽ വചനം പഠിച്ചു, ദൈവത്തെ മനസ്സിലായി, ദൈവത്തിൽ നിന്ന് ആശ്വാസം പ്രാപിച്ച ഒരു വ്യക്തി മറ്റ് കഷ്ടങ്ങളിലുള്ളവരെ എന്ത് ചെയ്യാൻ പറ്റും? ആശ്വസിപ്പിക്കുവാൻ പ്രാപ്തനായിത്തീരുന്നു. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആശ്വാസം ആര് പറഞ്ഞാലും ഉണ്ടാകുന്നറിയോ? ആ കഷ്ടത്തിലൂടെ കടന്നുപോയവൻ ഒരു വാക്ക് പറഞ്ഞാൽ ആ മറ്റ് കഷ്ടത്തിൽ കടന്നു പോകുന്നവന് വലിയ ആശ്വാസമാണ്. ആണോ? ജോനി എറിക്സൺ ചാടാടെ അവരുടെ ആ ജീവിതത്തെ ഞാൻ വളരെ വീട്ടിൽ ഇങ്ങനെ ബുക്ക് ഇറങ്ങി ചുമ്മാ ഒന്ന് ഓടിച്ചു നോക്കി. അപ്പൊ അവര് പറഞ്ഞൊരു അവരുടെ അനുഭവ സാക്ഷ്യമുണ്ട്. അവരെ ഇതുപോലെ തന്നെ അവര് സുവിശേഷം കേട്ടു, അവരുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വന്നു, അവര് രൂപാന്തരപ്പെട്ടു. ഒരാൾ വന്ന് ബൈബിൾ സ്റ്റഡി തുടങ്ങി. അതിനുശേഷം അവരൊരു പബ്ലിക് മീറ്റിംഗ് പ്രസംഗിച്ചു. പബ്ലിക് മീറ്റിംഗ് പ്രസംഗിച്ചതിന് ശേഷം ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേന് ഒരു ചെറുപ്പക്കാരനെ കൂട്ടിക്കൊണ്ട് വേറൊരാൾ വന്നു. ഇത് പറഞ്ഞു, ഒന്ന് സംസാരിക്കണം. അപ്പൊ ജോയിൻ നഴ്സിന്റെ അവിടെ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെന്തിനാ വന്നേ? അല്ല, അദ്ദേഹം പറഞ്ഞു എന്നോട് വരാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ വന്നതേ ഉള്ളൂ. അല്പസമയം ഇവർ തമ്മിൽ സംസാരിച്ചപ്പോൾ ഈ ചെറുപ്പക്കാരൻ വളരെ കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്. ജൂനിയർ കൃഷ്ണൻ ചാട അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ കടന്നുപോയ എല്ലാ കഷ്ടങ്ങളിലൂടെയും ഞാൻ കടന്നുപോയിട്ടില്ല, പക്ഷെ കഴിഞ്ഞ കുറെ വർഷക്കാലമായിട്ട് ഞാൻ വീൽ ചെയറില്ല. എന്റെ കഴുത്തിന്റെ താഴെ മൊത്തം പാരലൈസ്ഡ്, എനിക്ക് അനക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ എന്റെ കഷ്ടത്തിന്റെ നടുവിൽ ദൈവം എന്നെ ആശ്വസിപ്പിച്ചു. ആ ദൈവത്തിന് ഒരുപക്ഷെ നിങ്ങളുടെ അത്രയും കഷ്ടം എനിക്കില്ല, ഒരുപക്ഷെ ആ ദൈവത്തിന് നിങ്ങളെ തൊടാനായിട്ട് കഴിയും, നിങ്ങളോട് ഇടാൻ കഴിയും. നിങ്ങളുടെ ആ ചെറുപ്പക്കാരൻ ആശ്വാസം പ്രാപിച്ചവനായി മടങ്ങിപ്പോയി. ജൂനിയർ എക്സിന്റെ അവിടെ എഴുതിയിരിക്കുക, അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നെ കഷ്ടത്തിലൂടെ ദൈവം കടത്തിവിട്ടതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായത് ആ പ്രകാശപൂർണമായ സന്തോഷത്തോടെ ആ ചെറുപ്പക്കാരൻ മടങ്ങിപ്പോയപ്പോഴാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ചോദ്യം ഇതാ, സഫറിങ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സഫറിങ്? ബൈബിളിൽ തന്നെ അനേകം പേര് ചോദിച്ചിട്ടുണ്ട്. യോബ് ചോദിച്ചിട്ടുണ്ട്, ദൈവമേ, മനുഷ്യൻ കഷ്ടതയ്ക്കായിട്ടാണോ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? എപ്പോഴാണെന്നറിയാമോ നമ്മളുടെ കഷ്ടങ്ങൾക്കെല്ലാം മീനിങ് ഉണ്ടാവുന്നത്? കർത്താവിനെ കണ്ടുമുട്ടുമ്പോഴാണ് നമ്മുടെ കഷ്ടതകൾക്ക് മീനിങ് ഉണ്ടാവുന്നത്. നമ്മുടെ കർത്താവിനെ കണ്ടുമുട്ടുന്നതാണ് നമ്മുടെ കഷ്ടതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ രക്ഷിക്കപ്പെട്ട ആൾക്കാരോട് ഞാൻ ചോദിക്കുക, നിങ്ങൾ എങ്ങനെ കടന്നു വന്നേ? അതുപോലെ ഒരു ദിവസം വീട്ടിൽ ഇരുന്നപ്പോ എനിക്ക് തോന്നി യേശുവിനെ ഒന്ന് വിശ്വസിച്ചോളെ. ഒരു ചെറിയ ശതമാനം ഒഴിച്ച് ഭൂരിപക്ഷം പേരും ഒരു കാര്യം പറയും, ഞാൻ എന്റെ കഷ്ടതകൾ എനിക്ക് ഉപകാരമായി, അതുകൊണ്ടാണ് യേശു കർത്താവിനെ അനുഭവിച്ചറിയുവാൻ, രുചിച്ചറിയുവാൻ, രക്ഷിക്കപ്പെടുവാൻ എനിക്കിടയായിത്തീർന്നത്. അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ കരം ഉയർത്തി കർത്താവിന്റെ സ്തോത്രം പറയാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കഷ്ടത്തിന്റെ കാരണം ദൈവം അതിലൂടെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് സഹോദരങ്ങളെ. ഇറ്റ്സ് ബിയോണ്ട് അവർ ഇമാജിനേഷൻ, ഇറ്റ്സ് ബിയോണ്ട് അവർ തോട്ട്. ഈ ദൈവമക്കൾ കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒന്ന് സേല പറഞ്ഞൊന്ന് നിർത്തി ഒന്ന് പോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കഷ്ടത്തിലൂടെയുള്ള ദൈവത്തിന്റെ വെളിപ്പാട് അവർക്ക് കിട്ടും. വചനത്തിലൂടെ കർത്താവ് തന്നെ വെളിപ്പെടുത്തും, അവരാശ്വാസം പ്രാപിക്കും. ഞാൻ അവസാനിപ്പിക്കുക, ഒന്നുകൂടെ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ആ വാക്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യട്ടെ. 100 കഷ്ടങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളെങ്കിൽ ആ 100 കഷ്ടവുമായിട്ട് നമ്മൾ യേശുവിന്റെ അടുക്കലേക്ക് ചെന്നാൽ അവൻ 100 കഷ്ടങ്ങളിലും നമ്മെ ആശ്വസിപ്പിക്കുന്നു. നിങ്ങൾക്കൊരു 1000 കഷ്ടവുമായിട്ടാണ് ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ ചെല്ലുന്നതെങ്കിൽ
1000 കഷ്ടങ്ങളിലും അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. കാരണം അതാ പൗലോസ് പറഞ്ഞത്, ഞങ്ങളുടെ എല്ലാ കഷ്ടങ്ങളിലും അവൻ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ സ്തോത്രമൊന്നും ഇല്ല. ആണോ സൗരങ്ങളെ? ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം ഏതോ കഷ്ടങ്ങളുടെ ഭാരം നിങ്ങൾ ഇപ്പോഴും ചുമക്കുന്നുണ്ടെന്ന് അതിന്റെ അർത്ഥം. ഏതോ കാര്യങ്ങൾ ഒരു മുള്ളുപോലെ ഇപ്പോഴും കൊളുത്തി വലിക്കുന്നുണ്ടെന്ന് അതിന്റെ അർത്ഥം. ഏതോ ചോദ്യത്തിന് മറുപടി കിട്ടാതെ നിങ്ങൾ ഇപ്പോഴും വട്ടം കറങ്ങുന്നുണ്ടെന്ന് അതിന്റെ അർത്ഥം. ഒന്ന് കൊടുക്കാമോ കർത്താവിന്? ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഭാരം ഒന്ന് കർത്താവിന് കൊടുക്കാമോ? കർത്താവ് പറയാണ്, കം ടു മീ, ഐ വിൽ ഗിവ് യു റെസ്റ്റ്. ഒന്ന് പോസ്റ്റ് ചെയ്യാമോ? എല്ലാവരും കണ്ണുകൾ ഒരു നിമിഷം ഒന്ന് അടയ്ക്കാം. ഒന്ന് പോസ്റ്റ് ചെയ്യാം. നമുക്ക് കർത്താവിലേക്ക് നോക്കാം. നമ്മുടെ കഷ്ടവുമായിട്ട് നമുക്ക് യേശുവിനെ നോക്കാം. കർത്താവെ, അവിടുന്നാണല്ലോ പറഞ്ഞത്, എല്ലാ കഷ്ടങ്ങളിലും അവിടുന്ന് പൗലോസിനെ ആശ്വസിപ്പിച്ചെന്ന്. കർത്താവെ, എന്നെയും അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. കൊടുക്കാമോ കർത്താവിനെ കാര്യം? വിശ്വസിക്കാമോ? അത് ഈ കഷ്ടത്തിന്റെ നടുവിലും ദൈവത്തിന്റെ ഉദ്ദേശങ്ങളുണ്ട്. കർത്താവിനോട് എന്നെ കൂടുതൽ അടുപ്പിക്കുവാൻ, അതിലൂടെ കർത്താവിന്റെ വചനം എന്നെ പഠിപ്പിക്കുവാൻ, മറ്റനേകരെ ബ്ലസ് ചെയ്യുവാൻ. ആരൊക്കെ കഷ്ടവുമായിട്ട് യേശുവിന്റെ അടുക്കൽ ചെല്ലുന്നുവോ അവരൊക്കെ അനേകരെ ആശ്വസിപ്പിക്കുന്നവരായിട്ട് തീരും. നാം ഭാരം ചുമക്കണ്ട. 10% യേശുവിന് കൊടുക്കാതിരുന്നാൽ 10% നാം ചുമക്കേണ്ടി വരും. 5% 95 കൊടുത്തു, 5 നമ്മൾ യേശുവിന് കൊടുത്തില്ലെങ്കിൽ 5 നമ്മൾ ചുമക്കേണ്ടി വരും. നമുക്ക് ഭാരമൊക്കെ യേശുവിന് കൊടുക്കാമോ? പോലീസ് പറഞ്ഞു, സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കണമെന്നാണ് പറഞ്ഞത്. സകല ബുദ്ധിയും കവിയും ദൈവിക സമാധാനം നിങ്ങളുടെ ഉള്ളിൽ വരും. അല്പസമയം കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കർത്താവ്, എല്ലാ കഷ്ടങ്ങളും ഞങ്ങൾ സമർപ്പിക്കുന്ന അടുത്തോരുന്നു കർത്താവേ. അതിന്റെ പിന്നുള്ള ദൈവോദ്ദേശം ഞങ്ങൾക്ക് ഇവിടുന്ന് വെളിപ്പെടുത്തണമേ കർത്താവെ. വെളിപ്പെടുത്തിയില്ലെങ്കിൽ കർത്താവെ, ദിവ്യാശ്വാസത്തോടെ വചനത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ. ഹല്ലേലൂയ. ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥനായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.